സോ വെൽക്കം ബാക്ക് ടു ഇറ്റ് അനദർ വീഡിയോ ഓഫ് മെഡോക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ 6 വർഷത്തെ MBBS ജേണിയും അവിടെ ഞങ്ങൾക്ക് ഉണ്ടായ കുറച്ച് അനുഭവങ്ങളും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മെഡ് ലൈഫാണ് നമ്മളിന്ന് നമ്മളുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നമ്മളുടെ ഹോസ്റ്റൽ ലൈഫുകൾ, നമ്മളുടെ എക്സാം പാർട്സ്, പിന്നെ നമ്മുടെ കൾച്ചറൽ ആക്ടിവിറ്റീസും, അങ്ങനെ നമുക്ക് കുറച്ച് ഹോൾ ത്രൂ നമ്മുടെ ആ 6 ഇയേഴ്സ് ലൈഫിൽ നമുക്കുണ്ടായ ചെറിയ ചെറിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ ചെറിയ മണ്ടത്തരങ്ങളും അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ അബ്രോഡ് MBBS നോക്കി അല്ലെങ്കിൽ അബ്രോഡ് MBBSന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, നിങ്ങൾ എൻറോൾ ചെയ്യാൻ നോക്കിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എന്തായാലും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. സോ ലെറ്റ് സ്റ്റാർട്ട്. സോ ഹൗ വാസ് യുവർ ഗ്രാജുവേഷൻ? ഞാൻ 2017 ബാച്ച്, ഇനി 2019 അല്ലേ? അപ്പം ആ ഒരു 2 ഇയർ ഗ്യാപ്പ് എന്ന് പറയുന്നത് നല്ല ഗ്യാപ്പ് തന്നെയാണ്. പക്ഷെ നിങ്ങളുടെ ഗ്രാജുവേഷനും നിങ്ങൾ എന്ത് തോന്നുന്നു? ലൈക്ക് ആഫ്റ്റർ MBBS നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്ക് കിട്ടിയ ആ ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്താ തോന്നണേ? എവിടെ എത്തിയെന്ന് തോന്നുന്നു? മോറോവർ നമ്മൾ ഇമോഷണലി പറയുകയാണെങ്കിൽ എല്ലാവരും ഒരു കൺസെപ്റ്റ് ഉണ്ടാവും, ഈ ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ഭയങ്കര പാർട്ടിങ് ആയിരിക്കും, ട്രിപ്പ് ആയിരിക്കും. പക്ഷെ നമ്മളെല്ലാവരും പീസ്ഫുൾ ആയിരുന്നു. കഴിഞ്ഞ് കിട്ടിയ 6 കൊല്ലത്തൊരു കഴിഞ്ഞ് കിട്ടിയ ഒരു സമാധാനം, എല്ലാവരും ഒന്ന് ഫുഡ് കഴിക്കാൻ പോയി, എല്ലാവരും ആ ഒരു സമാധാനത്തിൽ ഇരിക്കലായിരുന്നു. അല്ലാത്ത പക്ഷെ ഞങ്ങൾ പാർട്ടി അങ്ങനത്തെ പരിപാടി കാര്യങ്ങളൊന്നുമില്ല. 6 കൊല്ലത്തെ ഒരു കോളേജ് ലൈഫ് കഴിഞ്ഞൊരു സങ്കടമായിരുന്നു. കാരണം നമുക്ക് ഇനിയുള്ള റിയൽ വേൾഡിലേക്ക് ഇറങ്ങുമ്പോൾ പറഞ്ഞ വേറെ രീതിയാണല്ലോ. ഒരു അച്ചീവ്മെന്റ് തോന്നിയില്ല ഇങ്ങനെ 6 ഇയേഴ്സ് ഓഫ് നമ്മുടെ സ്ട്രഗിള്, നമ്മളെ എന്താ പറയാ, വോർ വന്നു, വാർ നിങ്ങളെ എഫക്ട് ചെയ്തു, ഞങ്ങളെ എഫക്ട് ചെയ്തു. അപ്പം അങ്ങനെ കുറച്ച് സാധനങ്ങള് അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഗ്രാജുവേഷൻ നമ്മുടെ പേര് വിളിച്ച് നമ്മുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് കാണുമ്പോൾ നമുക്കൊരു ഏറ്റവും കൂടുതൽ പറയുകയാണെങ്കിൽ ഞങ്ങളെ ബാച്ചാണ് 2019 ബാച്ചാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടിട്ടുള്ളത്. കൊറോണ പ്ലസ് കൊറോണ വന്നു. നമ്മൾ അഡ്മിഷൻ എടുത്ത ഫസ്റ്റ് സെമസ്റ്റർ തീർന്നപ്പോഴത്തേക്കും കൊറോണ വന്ന് ലോക്ക്ഡൌൺ ആയി. പിന്നെ നമ്മള് ഹോസ്റ്റലില് കാര്യങ്ങൾ നിന്നതും അതിന്റെ കുറെ സ്ട്രഗിൾസും, പിന്നെ ഉക്രൈൻ പഠിച്ചപ്പോൾ തന്നെ ഉക്രൈൻ വാറിന്റെ കുറെ സ്ട്രഗിൾസ് കാര്യങ്ങൾ, പിന്നെ അതിലോട്ട് മുന്നോട്ട് പോയപ്പോൾ വേറെ കുറെ കാര്യങ്ങൾ, പിന്നെ ഉസ്ബെക്കിസ്ഥാനിൽ അഡ്മിഷൻ എടുത്തപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം പോയപ്പോൾ നമുക്ക് കുറെ ഡൗട്ട്സ് കാര്യങ്ങളെല്ലാം അതിന്റെ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും. പിന്നെ നമ്മൾ അതുപോലെ തന്നെ മെഡോക്ക് സ്റ്റാർട്ട് ചെയ്തതും അതൊക്കെ ആ ഒരു കാലയളവിലാണ്. ഒരു 6 ഇയേഴ്സ് ജേർണി എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയാ, നമ്മുടെ യൂത്തിന്റെ യൗവനത്തിന്റെ ഒരു നല്ലൊരു ഭാഗമാണ് നമ്മള് അങ്ങനെ ഇമ്പോർട്ടന്റ് 6 കൊല്ലം ഇതിൽ പോയി. പക്ഷെ ആഫ്റ്റർ ഓൾ എല്ലാം ഞാൻ നമ്മളിവിടെ ഗ്രാജുവേറ്റ് നിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു പ്രൗഡ് ഫീലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. മോറോ ലൈക്ക് ആ ഒരു അച്ചീവ്മെന്റിനെക്കാട്ടിലും നമുക്കൊരു ഭയങ്കര അച്ചീവ്മെന്റ് ഒരു ഹൈപ്പിൽ നിൽക്കാതെ നോർമലൈസ് ചെയ്ത് നിൽക്കുന്ന ഒരു മെച്യൂരിറ്റി ഒക്കെ ഹിറ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ടായിരിക്കും ഇത്രയൊക്കെ റെസ്പെക്ട് ഉണ്ട് റിലേറ്റീവ്സിന്റെ അടുത്താണെങ്കിൽ. നമ്മൾ ഗ്രാജുവേഷൻ കഴിഞ്ഞ് വരുന്ന ഒരു ഡോക്ടർ ആയല്ലോ എന്നുള്ളൊരു റെസ്പെക്ട് ഫാമിലിയുടെ ഭാഗത്തുനിന്നാണെങ്കിലും ലൈക്ക് റിലേറ്റീവ്സിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും മോറോവർ നാട്ടുകാരുടെ ഭാഗത്തുനിന്നാണെങ്കിലും. ഇനിയാണ് മറ്റേ റിയൽ ലൈഫ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. MBBS സ്ട്രഗിൾസ് ജേർണി ഇനി ഒന്ന് കഴിഞ്ഞ് ഇന്റേൺഷിപ്പ് കഴിയുമ്പോൾ അടുത്ത എല്ലാരും വിചാരം ഈ 6 ഇയേഴ്സ് കഴിഞ്ഞ അത് പ്രത്യേകം നോക്കി ചെയ്യേണ്ട ഒരു കാര്യം. 6 ഇയേഴ്സ് കഴിഞ്ഞ എല്ലാതും കഴിഞ്ഞു, പിന്നെ കുറെ പേർക്ക് നിങ്ങൾ ഏതാ PG മീൻസ് ചിലർക്ക് ഇനി PG എന്താ ചെയ്യുന്നത്, ഇനി ചോദ്യങ്ങൾ നീണ്ടുപോകും. ക്വസ്റ്റ്യൻസ് വന്നോണ്ടേയിരിക്കും. നിങ്ങളെ ഫൈനൽ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഫൈനൽ എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് നമുക്ക് സ്റ്റേറ്റ് എക്സാം ആണ്. ഉസ്ബെക്കിന്റെ രീതി വെച്ചിട്ടാണ് നമുക്ക് ഉസ്ബെക്ക് സ്റ്റേറ്റ് എക്സാം ആണുള്ളത്. അത് 2 ഡേയ്സ് ആയിട്ട് നമുക്ക് MCQ ബേസ്ഡ് കമ്പ്യൂട്ടർ എക്സാമിനേഷൻ ഉണ്ടാവും, പിന്നെ നമുക്കൊരു ഓറൽ സ്റ്റേഷൻ ബേസ്ഡ് എക്സാമിനേഷൻ ഉണ്ടാവും. എങ്ങനെയാണ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളുടെ ടീച്ചേഴ്സ് തന്നെ ആയിരിക്കില്ലേ? തഷ്കന്തിലാണ് ഞങ്ങൾ പഠിച്ചിരുന്നത്. അപ്പോൾ തഷ്കന്തിലാവുമ്പോൾ ഡയറക്ട് ഹെൽത്ത് മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുന്ന യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ നമുക്ക് അവിടുത്തെ സെന്റേഴ്സ് കാര്യങ്ങള് ബോസ് എക്സാം എന്നാ പറയാം. ലാസ്റ്റ് ഇയർ എക്സാം 6th ഇയർ കഴിഞ്ഞ് എക്സാം അവിടുത്തെ LCC എക്സാം ആണ്. അവിടുത്തെ ലോക്കൽ സ്റ്റുഡൻസിനും ഉണ്ടാവും, നമ്മുടെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനും ഉണ്ടാവും. അപ്പൊ അവിടുത്തെ എക്സാമിന്റെ പേരാണ് ബോസ് എക്സാം എന്ന് പറയുന്നത്. അത്യാവശ്യം ഹാർഡാണ്, ഈസി ആണെന്ന് പറയുന്നില്ല, അത്യാവശ്യം കുഴപ്പമില്ല. ഞങ്ങൾക്കൊക്കെ ഒരു ഡേയിലായിരുന്നു കമ്പ്യൂട്ടറൈസ്ഡ് വാർ എഫക്റ്റഡ് ബാച്ച് ആയിരുന്നു. ഞങ്ങൾക്ക് പ്രൊമോട്ടിക് സെന്റേഴ്സിലെ എക്സാം ആയിരുന്നു. ഇത്ര USMLE പ്ലാവൊക്കെ നടത്തുന്ന പോലെ തന്നെ നമ്മുടെ ക്രോക്ക് എക്സാം അങ്ങനെ ക്രോക്ക് എന്നായിരുന്നു ഞങ്ങൾക്ക്. നിങ്ങൾക്ക് ഗോസ് എക്സാമിനേഷൻ ആയിരുന്നു. ഞങ്ങൾക്ക് മൊബിലിറ്റി പ്രോഗ്രാം ത്രൂ അപ്പൊ ഞങ്ങള് ആ സെയിം അണ്ടർ യുക്രൈനിലെ യൂണിവേഴ്സിറ്റി തന്നെയായിരുന്നു. അല്ല നിങ്ങൾ ട്രാൻസ്ഫർ എടുക്കുമല്ലോ ചെയ്തത്, അതോ ട്രാൻസ്ഫർ ആയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉസ്ബെക്കിൽ തന്നെ ആയിരുന്നല്ലേ? തഷ്കൻ മെഡിക്കൽ അക്കാഡമി. ഞങ്ങൾക്ക് യുക്രൈൻ ആയിരുന്നു. അപ്പൊ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. 1 ഡേ ആയിരുന്നു 2 ഡേ എക്സാമിനേഷൻ. 2 ഡേയ്സുള്ള എക്സാംസ് കാര്യങ്ങളായിരുന്നു. ഫസ്റ്റ് ഡേ വരെ കമ്പ്യൂട്ടർ എക്സാംസ് ആണ്. നമുക്ക് ഏകദേശം 50 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് കാര്യങ്ങൾ ഉണ്ടാവും. നമുക്കൊരു 50 ക്വസ്റ്റ്യൻസ് ആയാലും ഉണ്ടാവും. അതിൽ പാസിംഗ് 60% പാസിംഗ് മാർക്ക്.
അപ്പൊ അതിനുള്ള നമുക്കുള്ള പോലെയൊക്കെ തന്നെ അല്ലായിരുന്നു മെറ്റീരിയൽസ് ഒക്കെ എല്ലാം യൂണിവേഴ്സിറ്റി. അത്യാവശ്യം ഒരു ഹ്യൂജ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും പ്രിപ്പയർ ചെയ്യാൻ. അതിൽ നമുക്ക് ജസ്റ്റ് 50 ക്വസ്റ്റ്യൻ അല്ല ലൈക്ക് ഒരു ഇതുണ്ടാവുമല്ലോ, ലൈക്ക് ഇവിടുന്ന് ആയിരിക്കും ഇത്ര വെയിറ്റേജ്, അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെയിൻ ക്ലിനിക്കൽ സബ്ജക്ട്സിന്റെ നമുക്ക് എല്ലാ സബ്ജക്ട് ചെയ്യുമ്പോൾ നമുക്ക് MCQ എക്സാമിനേഷൻ ഉണ്ടാക്കി. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടിയിട്ട് ഒരു ജനറൽ 50 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കും. അല്ല വെയിറ്റേജ് ഒക്കെ ഉണ്ടാവില്ലേ, അനേട്ടം ഇത്ര മാർക്ക് ഇതിന് ഇത്ര മാർക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല? നമുക്ക് മെയിൻ ആയിട്ട് ഗൈനക്കോളജി അങ്ങനത്തെ മെയിൻ ആയിട്ടുള്ള ക്ലിനിക്കൽ സബ്ജക്ട്സ് ആണ് കൂടുതൽ വെയിറ്റേജ്. മെയിൻ സബ്ജക്ട്സ് വെയിറ്റേജ് അങ്ങനെ കൂടും. ഗൈനക്കോളജി അങ്ങനത്തെ. പിന്നെ സെക്കൻഡ് ഡേ വരുന്ന എക്സാംസ് ആണ് നമുക്ക് ഒന്നുകൂടി കുറച്ചും കൂടി ഹാർഡ് ആയിട്ട്. മറ്റേതാണ് കമ്പ്യൂട്ടർ എക്സാംസ് ആണ്, നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. സെക്കൻഡ് ഡേ വരുന്ന എക്സാം ആണ് നമുക്ക്. സെക്കൻഡ് ഡേ എന്ന് പറയുന്നത് രണ്ടാമത്തെ ദിവസം തന്നെ ഒരു 4 days കഴിഞ്ഞിട്ടായി ശേഷമാണ് ഈ വൈവ. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അക്കാഡമിക്കിൽ ഇത്ര ഞങ്ങൾക്കൊക്കെ എന്നും എക്സാമിനേഷൻ, എന്നും വൈവ എക്സാമിനേഷൻസ് ഉണ്ടായിരുന്നു ഔട്ട് ഓഫ് 5 മാർക്സ്. നിങ്ങൾക്ക് അങ്ങനെ തന്നെ ആയിരുന്നു? നമ്മളെ ECTC സിസ്റ്റം കൂടി ഹാർഡും. പിന്നെ അതുപോലെ നമുക്ക് ഒരു സെഷൻ അല്ലല്ലോ ഉള്ളത്, നമുക്ക് ഡിഫറെന്റ് സബ്ജക്ട്സിന് ഡിഫറെന്റ് ടീച്ചർമാര് പ്രാക്ടിക്കലിന്റെ എക്യുപ്മെന്റ്സും അതുപോലെ മറ്റേ നമുക്ക് ഡെമോ ബോഡി കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അതിൽ നമ്മൾ ചെയ്ത് കാണിക്കണം. ഇത് നിങ്ങളുടെ ഗോസ് എക്സാമിന്റെ വൈവ എക്സാമിനേഷൻ അല്ലേ? ഗോസ് എക്സാം തന്നെ തിയറി പ്ലസ് പ്രാക്ടിക്കൽ ആണ്. നമ്മൾ തിയറി ഡയഗ്നോസ് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും, പ്ലസ് പ്രാക്ടിക്കൽസും. രണ്ടും കൂടെ ചേർന്ന് 2 ദിവസത്തെ എക്സാമിനേഷൻ ആണ്. ടൈം ഓഫ് പീരീഡ് എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട്. അല്ല റിസൾട്ട് ഒക്കെ എപ്പോഴാ? വിത്തിൻ 2 days 1 day തന്നെ നമുക്ക് റിസൾട്ട് കാര്യങ്ങളൊക്കെ അപ്പൊ തന്നെ പബ്ലിഷ് കാര്യങ്ങൾ തന്നെ നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ നോട്ടീസ് ബോർഡ് കാര്യങ്ങളുണ്ടാവും, അതിൽ തന്നെ പബ്ലിഷ് കാര്യങ്ങളെല്ലാം ചെയ്യും. അങ്ങനെ ഈസിയർ ആയിട്ട് ഗ്രാജുവേഷനും കഴിഞ്ഞല്ലേ? അത് പറഞ്ഞില്ല, അതിപ്പോ മോറോവർ നമ്മൾ പറയുകയാണെങ്കിൽ വലിയൊരു പാർട്ടി എല്ലാരും MBBS കഴിഞ്ഞ് 6, പക്ഷെ നമ്മൾ പിന്നെ ആലോചിക്കുന്നത് ശരിക്കും അതിന്റെ സംഭവം എന്ന് വെച്ചാൽ നമ്മള് നോക്കുമ്പോ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം ആണല്ലോ ഇപ്പോഴും നമ്മുടെ ലൈഫ് തീരുമാനിക്കുന്നതും. അല്ല എന്തൊക്കെ പറഞ്ഞാലും ആൾക്കാർക്ക് ആ ഒരു ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ ഈ ചെറിയ, അതായത് മെയിൻ അട്രാക്ഷൻ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം MBBS കയറാൻ നിൽക്കുന്ന പിള്ളേരില്ലേ, ഇവർക്ക് ഇതൊരു ഫാസിനേറ്റിംഗ് സാധനമാണ്. ഇൻസ്റ്റഗ്രാമില് ഗ്രാജുവേഷന്റെ മറ്റേ തൊപ്പി എറിയുന്നതും അങ്ങനെ കോട്ടിട്ട് കുറെ വെറൈറ്റി ഫോട്ടോസും, പിന്നെ യൂണിവേഴ്സിറ്റി ഡിപ്പെൻഡ് ചെയ്ത് പാർട്ടീസ് ഉണ്ടാവല്ലോ. യൂണിവേഴ്സിറ്റി ഇപ്പൊ ജോർജിയയിലൊക്കെ ഞാൻ കുറച്ചും കൂടെ ഹയർ ലെവൽ അങ്ങനത്തെയാണ്, നമ്മൾ സെൻട്രലൈസേഷൻ ആണ്. അപ്പൊ എന്നാലും എങ്കിൽ പോലും ഒരുപാട് പാർട്ടി കാര്യങ്ങൾ. അപ്പൊ ഗ്രാജുവേഷൻ അതെല്ലാതും ഉണ്ടാവും, പക്ഷെ അത് അതിലേക്ക് എത്തിപ്പെടേണ്ട ഒരു ജേർണി എന്ന് പറയുന്നത് എല്ലാരും നോക്കുമ്പോ ആ ഫെസ്റ്റീവ് സീസൺ, ആ ഒരു ഫെസ്റ്റീവ് ആയിട്ടുള്ള ഭയങ്കര എൻജോയ്മെന്റ് അങ്ങനത്തെ സാധനങ്ങള്. പക്ഷെ അക്കാഡമി പരമായിട്ട് മാത്രമല്ല സ്ട്രഗിൾസ് ഉള്ളത്, നമ്മൾ പറഞ്ഞു വരുമ്പോ പേഴ്സണൽ സ്ട്രഗിൾസ് കുറെ ഉണ്ട്. അല്ല പിള്ളേർക്ക് അത് ആദ്യമേ കിട്ടൂല, എല്ലാവർക്കും ഇങ്ങനെ കണ്ട്. പിന്നെ എന്താ യൂണിവേഴ്സിറ്റിയുടെ ഫെസ്റ്റീവ് ആയിട്ടുള്ള കൾച്ചറൽ പ്രോഗ്രാംസിന്റെ കുറെ വീഡിയോസ്. ഡിഗ്രി പഠിക്കാൻ പോയാലും നമ്മളെ വീട്ടില് അല്ലെങ്കിൽ അറിയാവുന്ന ഫ്രണ്ട്സ് ബന്ധുക്കൾ എല്ലാവരും ഉണ്ടാവും. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മള് സ്വന്തമായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഒരു വേറെ തന്നെ എക്സ്പീരിയൻസ്. അല്ല അപ്പൊ നമ്മള് ആദ്യം ആക്സസ് ചെയ്തത് അവിടെ പഠിച്ചിറങ്ങിയ സീനിയേഴ്സിന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽസ്, അവർക്ക് എങ്ങനെയായിരുന്നു, എന്തായിരുന്നു, അവർ ഇത് കഴിഞ്ഞു, അവരത് കഴിഞ്ഞു, എല്ലാം അവിടെ നമുക്ക് വന്ന സ്ട്രഗിൾസ് മൊത്തം നമ്മൾ ഇൻസ്റ്റാഗ്രാമിലിടോ കാര്യങ്ങളൊന്നും ചെയ്യില്ല. ഇങ്ങനെ ഇരിക്കുമ്പോ നമ്മൾ ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമിൽ മെയിൻലി സ്റ്റോക്ക് ചെയ്ത് കണ്ടുപിടിക്കുക എങ്ങനെയായിരുന്നു അവരുടെ ലൈഫ്. നമ്മൾ ഓൺലി ഹാപ്പി മൊമെന്റ്സ് മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. അത് പക്ഷെ ചിലർക്ക് കിട്ടൂല. ഇപ്പൊ പുതിയ എടുക്കാൻ പോകുന്ന പിള്ളേർക്ക് ലൈഫാണ് അവര് നോക്കുന്നത് മെയിൻലി. മോർ ദാൻ അങ്ങനെ ഓറിയന്റഡ് ആയിട്ട് ഫോക്കസ് ഓൺ ചെയ്ത് വരുന്ന കുട്ടികളുണ്ട്. പക്ഷെ മോർ ഓവർ ദാൻ ദാറ്റ് എന്താ പറയാ MBBS അത് പിടിക്കാൻ വേണ്ടി വരുന്നു. MBBS ജേർണി, വൈറ്റ് കോട്ട്, അതിന്റെ ഒരു ഹൈപ്പും അങ്ങനത്തെ അതൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പറയുമ്പോ ഒരു സൈഡിൽ മാത്രമാണ്. നമുക്ക് വൈറ്റ് കോട്ട് സ്ഥലത്തിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നതും അത് നമുക്കൊരു എന്താ പറയാ ഒരു, പക്ഷെ അതൊരു പെർട്ടിക്കുലർ പീരീഡ് വരെയുള്ളൂ നമ്മൾ ഈ സ്ഥലത്തിട്ട് പോകുന്നതും ഇതിട്ട് പോകുന്നതും. സെക്കൻഡ് ഇയർ ഒക്കെ ചിലപ്പോൾ കമ്പൽസറി ആയിട്ടുള്ള കമ്പൽസറി ടീച്ചേഴ്സ് പറയുമ്പോ നമ്മൾ ചിലപ്പോ ഇട്ടിട്ട് പോകും. ഇങ്ങനെ വൈറ്റ് കോട്ട് നിർബന്ധമാണെന്ന് പറയുമ്പോ, അല്ലെങ്കിൽ അതും ഇല്ല. ഇല്ല, ആ ഒരു സ്ട്രഗിൾ ആണ്. പക്ഷെ നമുക്ക് എന്താ പറയാ ഒരു വെറുപ്പ് ഒരിക്കലും ഈ കോഴ്സിന് എതിരെ നമുക്ക് വരില്ല. കോഴ്സ് എപ്പോഴും നമ്മളെ പ്രിയപ്പെട്ടതായിരിക്കും MBBS എന്ന് പറയുന്ന കോഴ്സ്. കാരണം ആ ഒരു റെസ്പെക്ട് ആണ് നമുക്ക് കിട്ടുന്ന റെസ്പെക്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ 2019 to 2017 അങ്ങോട്ട് മേപ്പെട്ടുള്ള ഒരു 2021 വരെ ബാച്ചിന് ഭയങ്കര സ്ട്രഗിൾസ് ആയിരുന്നു. വാർ വന്നു, കോവിഡ് വന്നു, നമ്മൾ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് അവസാനം കിട്ടിയൊരു സാധനമാണ് നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സാധനം. അത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനാണ് എല്ലാവർക്കും അത് കിട്ടി. നമ്മള് കുറെ പേര് നമ്മൾ വിചാരിച്ചു സെറ്റ്, ഇനി ലൈഫ് സെറ്റ്. പക്ഷെ സ്ട്രഗിള് തുടങ്ങുന്ന അവിടെ നിന്നാണെന്നാണ് നമ്മൾ ആദ്യത്തെ ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ മാർക്ക് വരും. നെക്സ്റ്റ്
വൺ നെക്സ്റ്റ് ഇങ്ങനെ വരും. ഇല്ല ഇനി എന്ത് സിമ്പിൾ ആയിട്ട് ഇപ്പോ ഞാൻ ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് കുറച്ച് എന്റെ നൈബേഴ്സ് തന്നെ ഉണ്ട്. അപ്പൊ അത്യാവശ്യം പ്രായമായ ഒരാളാണ്. അദ്ദേഹം വന്നിട്ട് ഏകദേശം 70 years ഓഫ് ഓൾഡ് ഒക്കെ ഉണ്ട്. അദ്ദേഹം ഇങ്ങനെ കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോഴും അങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ എന്നെനിക്ക് ഭയങ്കര പരിചയം. അപ്പൊ വന്നിട്ട് ഫസ്റ്റ് തന്നെ എന്നെ കണ്ടപ്പോ വിശേഷങ്ങൾ ചോദിച്ചാൽ PG എടുക്കുന്നില്ല. എന്നാ PG എന്താ ഇഷ്ടം PG എടുക്കാൻ? ഇങ്ങനെ മെഡിസിൻ ആണോ? ചിലർ വിചാരം നമ്മൾ MBBS കഴിഞ്ഞ ഒരു ഷോർട്ട് ടേം പീരീഡിലാണ് നമ്മൾ ഈ PG ചെയ്യുന്നതെന്നുള്ളത്. അപ്പൊ ഇപ്പൊ എന്തിലാ ചെയ്യുന്നത്? എന്തിന്റെ ഡോക്ടറാ എന്നാ ചോദിക്കാൻ മെയിൻ, എന്തിന്റെ ഡോക്ടറാന്ന് ചോദിക്കും. ചോദ്യങ്ങൾ കാര്യങ്ങൾ അതായത് സിമ്പിൾ ആയിട്ടുള്ള ആൾക്കാർ. കാരണം ഈ ഡോക്ടേഴ്സ് എന്ന് പറയുന്ന ഫീൽഡ് എന്ന് പറയുന്ന ഏതൊരാൾക്കും അറിയുന്ന ഫീൽഡ്, നോർമലൈസ്ഡ് ആയിട്ടുള്ള ഏതൊരാൾക്കും ഫീൽഡ്. അപ്പൊ അടുത്തത് എല്ലാവരും കരുതുന്നത് PG എടുക്കുക. അത് ഭയങ്കര രസമാണ്. ഇവര് ഭയങ്കര ഇൻട്രസ്റ്റോടുകൂടി നമ്മളിങ്ങനെ വേറെ ഏതെങ്കിലും ലോകത്ത് ചിന്തിച്ചു വെക്കുമ്പോഴായിരിക്കും ഇവര് വന്നിട്ട് PG എടുക്കുന്നില്ലേ, കഴിഞ്ഞില്ലേ? അല്ല നമ്മളൊരു 6 years സ്ട്രഗിൾ കഴിഞ്ഞ് വന്നിരിക്കണം. ഓക്കെ, ഇനി ഒന്ന് പീസ്ഫുൾ ആവാം, ഒരു 1-2 months പീസ്ഫുൾ ആവാം, എന്നിട്ട് അടുത്ത് ചിന്തിക്കാൻ. അല്ലെ എന്തിന്റെ ഡോക്ടറാന്ന് ചോദിക്കുമ്പോ ഇങ്ങനെ MBBS കഴിഞ്ഞതേ ഉള്ളൂ എന്നുള്ളൊരു വിവരം കിട്ടിയപ്പോ തന്നെ നമ്മുടെ ബന്ധുക്കളുടെ നാട്ടുകാരുടെയും വിളി വരും, ഓരോ ബ്ലഡ് റിപ്പോർട്ടും. അതാണ് അത് ഏറ്റവും വിറ്റ്. ഇങ്ങനെ റിപ്പോർട്ട്സ് അയക്കുക, നോക്കുക. ഇത് അപ്പം നമ്മൾ ചോദിക്കും എന്താണ് അസുഖം, എന്തുകൊണ്ടാണ് ഡോക്ടർ ഇത് എടുക്കാൻ പറഞ്ഞത്? ഇത് ഡോക്ടർ ചെന്നപ്പോൾ എടുക്കാൻ പറഞ്ഞു, അത്ര മാത്രമേ ഉള്ളൂ. പേഷ്യന്റ് എന്തായിരുന്നു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഡോക്ടർ അത് പറഞ്ഞത്, എത്ര നാളായിട്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്, വിത്തൗട്ട് നോ ഹിസ്റ്ററീസ്, ജസ്റ്റ് ഒരു ബ്ലാങ്ക് റിപ്പോർട്ട്, വി ഷുഡ് ഡയഗ്നോസ് ദം. എന്നിട്ട് നമ്മളിങ്ങനെ പറയണം. അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ, ഇപ്പൊ സ്ലൈറ്റ് ഡിഫറൻസ് ഒക്കെ ആയിരിക്കും HB-ലോ അല്ലെങ്കിൽ ഇപ്പൊ യൂറിക് ആസിഡ്, അതൊക്കെയാണ് ഈ ഏജ് ഓവർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് യൂറിക് ആസിഡ് ഇഷ്യൂസ്. എനിക്കൊരു ഡിഫറൻസ് തോന്നിയത് ഇപ്പൊ ഇത് പറഞ്ഞപ്പോ ഇത് പറഞ്ഞപ്പോ എനിക്കൊരു ഡിഫറൻസ് തോന്നിയത്, ഇപ്പൊ ഒരു ചെറിയൊരു ഡിഫറൻസ് നമ്മുടെ നാട്ടിലെ ഡോക്ടറും അബ്രോഡ് പഠിച്ച ഡോക്ടറും വ്യത്യാസമുണ്ടാവും. കാരണം അബ്രോഡുള്ള പേഷ്യൻസിനെ ഞാൻ കൺസൾട്ട് ചെയ്തപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടാൻ കഴിഞ്ഞാൽ അവർക്ക് എല്ലാ ഡീറ്റെയിൽസും അറിയുന്നുണ്ടോ, മെഡിസിന്റെ ഡീറ്റെയിൽസ്, ഡിസീസിന്റെ ഡീറ്റെയിൽസ് ഓൾറെഡി നമ്മൾ എക്സ്പോസ് അവർക്ക് അവിടുത്തെ ഡോക്ടേഴ്സും നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അപ്പൊ നമ്മൾ ഈ GP-ക്കൊക്കെ പോകുമ്പോ തന്നെ പേഷ്യൻസ് നമ്മളോട് നിന്നിട്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് പ്രശ്നം, ഇതൊക്കെയാണ് മെഡിസിൻസ് കാര്യങ്ങൾ, അങ്ങനെ ഇത് കഴിക്കണം, ഇന്ന നേരത്തെ ഇത് കഴിക്കണം, മെഡിസിന്റെ കണ്ടന്റ്സ് വരെ അറിയാം. അത് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഇഷ്യൂ. ഞാനൊക്കെ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂ ഹിസ്റ്ററി ടേക്കിംഗ് ആ. നമ്മളിങ്ങനെ ചോദിക്കണം എന്നിട്ട് അപ്പൊ നമ്മള് ഇപ്പം ചിലര് വളരെ സിമ്പിൾ ആയിട്ട് വരുമ്പോ വൊമിറ്റിങ്ങും തലവേദന ആയിട്ട് വരും. അപ്പൊ നമ്മള് ചോദിക്കും മൈഗ്രെയിൻ ഉണ്ടോ, ഹിസ്റ്ററി ഉണ്ടോ, ആർക്കെങ്കിലും ഉണ്ടോ ചോദിക്കാൻ പറയും ഇല്ല മൈഗ്രെയിൻ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മളിങ്ങനെ വേറെ പേര് ചോദിക്കും, ചെന്നിക്കുത്ത്, അങ്ങനെ ചോദിക്കും. അപ്പൊ ഇല്ല അപ്പൊ ഇല്ലാന്ന് പറയും. ഇല്ലാന്ന് പറയുമ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചോദിക്കുന്നത് എപ്പോഴാ തലവേദന കൂടുന്നത്? പറഞ്ഞു വെയിലടിച്ചിട്ട് ഇറങ്ങിയപ്പോ, അല്ലെങ്കിൽ ലൈറ്റ് കുറെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഡോക്ടേഴ്സ് ആണെങ്കിൽ പേഷ്യന്റിന് ഡയഗ്നോസിങ് ഇന്ന രോഗമാണ് എന്നുള്ളത് പറയും, പക്ഷെ ബാക്കിലുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കൽ കുറച്ച് കുറവാണ്. മോറോവർ ഇപ്പൊ ഞാൻ കമ്പയറിംഗ് ടു ഇന്ത്യ ഗ്രാൻഡ് മദേഴ്സ്, ഇന്ത്യ ഗ്രാൻഡ് ഫാദേഴ്സ്, അവരെന്തൊക്കെയാണ് അവർക്ക് അറിയും, അതായത് ഇന്ന കുടിക്കാന്ന് അറിയും, പക്ഷെ അതിന് എന്തിനാണ് കുടിക്കുന്നത്, എന്ത് കണ്ടന്റ് ആണ് അതിലുള്ളത്, ഏത് രീതിക്ക് ഏത് ലൈക്ക് ഓർഗൻക്കാണ് അത് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. മോറോവർ കമ്പയറിംഗ് ടു അബ്രോഡ് പേഷ്യൻസ് ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസിൽ നമ്മളെല്ലാം പറയും, പക്ഷെ ചിലർക്ക് ചില വിദ്യാഭ്യാസത്തിന്റെ കുഴപ്പമാവാം, അല്ലെങ്കിൽ ചിലര് ഓവറായിട്ട് ഗൂഗിൾ ചെയ്ത് ഓവറായിട്ട് സെൽഫ് ഡയഗ്നോസ് ചെയ്ത് വരുന്നവരുണ്ട്. അപ്പൊ അവർക്കൊരു എന്താ പറയാ ഒരു പ്രോപ്പർ ഡയഗ്നോസ്റ്റിക് വേ, അല്ലെങ്കിൽ നമ്മൾ ഇത് ഇങ്ങനെയാണ്, ഇതിന്റെ പ്രോസസ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ പിന്നെയും ഡൗട്ടുള്ള ആൾക്കാരുണ്ട്. അതാണ് മെയിൻലി, അതാണ് പ്രശ്നം. എന്താണ് ഇവരങ്ങ് സെൽഫ് ഡയഗ്നോസ് ചെയ്യും. ഇപ്പൊ സിമ്പിൾ ആയിട്ട് മറ്റേ UTI ഒക്കെ വരുന്ന ആൾക്കാര് സ്റ്റോൺ ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ, എനിക്ക് കിഡ്നിക്ക് പ്രശ്നമാണോ, അങ്ങനെ. കാരണം മോസ്റ്റ് ഡയഗ്നോസ് ആയിരിക്കും ആദ്യമേ നമ്മൾ ഗൂഗിൾ ചെയ്യുമ്പോൾ കാണുന്നുണ്ടാവും. അപ്പൊ നമ്മളിങ്ങനെ എത്രയായി ബുദ്ധിമുട്ട് തുടങ്ങി അല്ല വരുന്നത് ഇങ്ങനെയാ സർ. ഐ തിങ്ക് ഇങ്ങനെ എനിക്ക് UTI ആണെന്ന് തോന്നുന്നു, ഞാൻ ഗൂഗിൾ ചെയ്തപ്പോ എന്റെ സിംറ്റംസ് ഒക്കെ ഇങ്ങനെയാ കണ്ടേ. അപ്പൊ ഇതുപോലെ ഞാൻ ഇതുപോലൊരു ആദ്യമേ ഇതുപോലൊരു ടോക്ക് ഷോയിൽ ഞാനിങ്ങനെ അത് ഓർക്കുന്നില്ല, അതുപോലെ ഇപ്പൊ ഒരു ഡോക്ടറിന്റെ എക്സ്പീരിയൻസ് പറയാം. ഒരാൾ വന്ന് ഇങ്ങനെ പറഞ്ഞു, അപ്പൊ ആ ഡോക്ടർ സ്റ്റെത്ത് കൊടുത്തിട്ട് പറഞ്ഞു എന്നാ ഇവിടെ ഇരുന്നോളൂ, എന്നിട്ട് നിങ്ങൾ തന്നെ മരുന്ന് എഴുതിക്കോളൂ, ഗൂഗിളിനോട് ചോദിച്ചാൽ മതി, ഗൂഗിൾ പറഞ്ഞു തരുമെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുറെ രസകരമായിട്ടുള്ള അതായത് ഇന്റർനെറ്റിന്റെ അവൈലബിലിറ്റി കൂടി, ആക്സസ് കൂടി കഴിഞ്ഞു വന്നപ്പോ എന്തും തപ്പിയാ കിട്ടും എന്നുള്ളൊരു സാധനത്തിന്റെയാണ് മെയിൻലി ആ ഒരു ഇത് വരുന്നത്. അതാണ് മെയിൻലി എല്ലാവർക്കും ഓവർ ഒബ്സസ്ഡ്, ലൈക്ക് എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ നോക്കിയിട്ട്. ഞാൻ പറഞ്ഞില്ലേ
ഇപ്പൊ പോരുന്ന പിള്ളേരും ആദ്യമേ അവര് നോക്കും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽസ് നമ്മൾ ആയിരിക്കും. മുന്നേ പറഞ്ഞ റിയൽ ലൈഫും റിയൽ ലൈഫും എന്തായിരുന്നു അവിടെ. അപ്പം ചിലർക്ക് ഫാസിനേറ്റഡ് ആവുന്ന ഹൈപ്പിന്റെ ബേസിലാവും. ചിലര് എന്നാ ജോർജിയ മതി, അത് കണ്ടിട്ടാണ് ചിലര് ഇന്ന കൺട്രി മതി, എന്നാ ജോർജിയ മതി, അല്ലെങ്കിൽ എന്നാ തഷ്കന്ത് മതി. അതിന്റെ മുന്നേ നമുക്ക് രാത്രി 3-4 മണി വരെ ഉറക്കല്ലാതെ പഠിച്ച ദിവസങ്ങളുണ്ടാവും. അതാരും കാണിക്കുന്നില്ല. അല്ല, അത് മേ ബി ലൈക്ക് അങ്ങനെയുള്ള ജെനുവിൻ സാധനങ്ങളൊക്കെ നമുക്കൊന്ന് എക്സ്പോസ് ചെയ്ത് നമുക്കൊന്ന് പറയാനൊക്കെ പറ്റിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു അല്ല മോറോവർ നമ്മൾ മെഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് തുടങ്ങിയത് തന്നെ സ്റ്റാർട്ട് ചെയ്ത് തന്നെ നമ്മളൊരു സ്റ്റാർട്ടപ്പ് കമ്പനി ഏകദേശം 5 years മുന്നേ തുടങ്ങിയത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഈ റിയാലിറ്റി കാണിക്കാനായി. പക്ഷെ നമ്മള് നമ്മൾ അഡ്മിഷൻ എടുത്ത സമയത്ത് നമ്മൾ ഫേസ് ചെയ്ത കുറെ പ്രോബ്ലമും കാര്യങ്ങളുണ്ട്, കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മളൊക്കെ ഇങ്ങനെ ഞങ്ങളുണ്ട് നമ്മളൊന്നും ആരും ഉണ്ടായിട്ടില്ല. നമ്മള് ആ സീനായിരുന്നല്ലോ നമുക്ക്. ഉണ്ടായിട്ടേ ഇല്ല. അതിന്നാണ് നമ്മുടെ എല്ലാം ബേസ് തുടങ്ങുന്നത്. ഫേസ്ഡ് എന്നുള്ള അതെ, നമ്മൾ ഈ 3 പേരും 3 ടൈപ്പ് ഓഫ് ഏജൻസീസ് വന്ന ആൾക്കാരാണ് ഫസ്റ്റ് ടൈം അഡ്മിഷൻ എടുത്തത്. ഇപ്പൊ ആന്റണിന്റെ ആണെങ്കിൽ അല്ല, നമ്മളിതെല്ലാം കഴിഞ്ഞ് ഗ്രാജുവേഷനും കഴിഞ്ഞ് നമ്മൾ ഈ സർട്ടിഫിക്കറ്റ്സിന്റെ കാര്യം എടുക്കുന്ന കാര്യം നമുക്ക് എല്ലാ സർട്ടിഫിക്കറ്റ്സും തിരിച്ചു തരുമല്ലോ. അപ്പൊ ഇങ്ങനെ നമ്മൾ അഡ്മിഷൻ എടുക്കാൻ നേരം ഏജൻസിക്കാർ നിന്റെ എന്ത് ബർത്ത് പോലും വാങ്ങിച്ചിട്ടില്ലായിരുന്നു. +2 പാസ്പോർട്ട് മാത്രം പാസ്പോർട്ട് മാത്രം വെച്ച് അഡ്മിഷൻ കൊടുത്തു. ബാക്കി നമ്മൾ എല്ലാ ഡോക്യുമെന്റ്സും നമ്മൾ ഡോക്യുമെന്റ്സ് മേടിച്ചിട്ട് ആക്ച്വലി യൂണിവേഴ്സിറ്റി കൊടുക്കുന്നില്ല. അവർ നമ്മുടെ മേലിട്ട് കൺട്രോളിന് കാര്യത്തിന് വേണ്ടി എന്റെ വേറെ തമാശയായിരുന്നു. അവര് ഡോക്യുമെന്റ്സ് മേടിച്ചിട്ട് അവരെ കയ്യിൽ നിന്ന് പോയി എന്നാ പറഞ്ഞത്. മിസ്സായി പോയി. പക്ഷെ ഞാൻ മിസ്സായി പോയി പുതിയത് റിന്യൂവലിന് കൊടുക്കാം എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുമ്പോഴാണ് പറഞ്ഞത് ഓൾറെഡി യൂണിവേഴ്സിറ്റിയുടെ കയ്യിലുണ്ട്. അതുപോലെ ഏജൻസിക്കാർക്ക് അറിഞ്ഞിരുന്നില്ല ഓൾറെഡി യൂണിവേഴ്സിറ്റിന്റെ അടുത്തിന്റെ കറക്റ്റ് അക്കൗണ്ട്സോ കാര്യങ്ങളോ അവർ വെച്ചിരുന്നില്ല. ഡോക്യുമെന്റഡ് ആണ്, കാരണം അത്രയും വാല്യൂ ആയ ഡോക്യുമെന്റ്സ് ആണ്. അങ്ങനെ കുറെ പേർക്ക് ഇഷ്യൂസ് ഉണ്ട്, ഡോക്യുമെന്റ്സ് മിസ്സിംഗ് ആവുന്നത്. കാരണം ഇവര് പിടിവള്ളി എന്നുള്ള രീതിയിൽ സാധനം മേടിച്ചു വെക്കും. പിന്നെ അത് അല്ല പ്രോപ്പർ ഡോക്യുമെന്റേഷൻ അല്ലെങ്കിൽ പ്രോപ്പർ ഒരു സിസ്റ്റം ഇല്ലാത്തതിന്റെ നമ്മൾ ഇതൊക്കെ കണ്ട ഒരു 6 years. പിന്നത്തെ കാര്യം, നമ്മൾ പോകുന്ന സമയത്തൊന്നും നമുക്ക് ഈ ഒരു എക്സ്പോഷർ ഇല്ല. ലൈക്ക് അബ്രോഡ് MBBSന്റെ സംഭവങ്ങൾ എന്താണ്, വാട്ട് എവർ ദ ഏജന്റ് ഈ സീയിങ്, അതാണ് നമുക്ക് അപ്പത്തെ ഇത് സാധനം പറയുന്നത്. പുള്ളി പറയാണ് ഇന്നതാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെ കൊണ്ട് അംഗീകരിക്കുക. ഇതാണ് സംഭവം, ഇതാണ് ഇന്നതാണെന്നുള്ളത് അംഗീകരിച്ച് മുന്നോട്ട് പോകാന്നുള്ളതാ. അല്ല നമ്മള് എനിക്ക് തോന്നുന്ന ഒരു 2015 എനിക്ക് തോന്നുന്ന ഒരു 2015-16 ആണ് അബ്രോഡ് MBBS സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഇല്ല, കുറച്ച്, അതായത് അതിന് മുന്നേ ഉണ്ട്, പക്ഷെ അത് ഭയങ്കര റയറസ്റ്റ് ആയിരുന്നു. ഞാൻ ഇത് മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അനുഭവം ഉണ്ടായത്. ഏകദേശം 2000 റഷ്യയിൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് എനിക്ക് തോന്നുന്നു ഞാനൊക്കെ അതായത് നാട്ടില് വെക്കേഷൻ വന്നു, 2nd year 3rd year ഒക്കെ ആയപ്പോഴത്തേനും നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഒബ്സർവർഷിപ്പിന് കയറി കഴിഞ്ഞപ്പോൾ നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന സീനിയർ ഡോക്ടേഴ്സ് ഫിലിപ്പീൻസിൽ നിന്നും ജോർജിയിൽ നിന്നൊക്കെ വന്നിട്ട്. അപ്പൊ ഇങ്ങനെ ആൾക്കാരുണ്ട്. അവര് പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മൾ സീനിയർ ഡോക്ടേഴ്സ് ആണ്, അവരാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും. അങ്ങനത്തെ കുറെ എക്സ്പീരിയൻസ് ചിലര് ഇങ്ങനെ പറഞ്ഞു. കാരണം നമുക്ക് ചിലർ ആദ്യമൊക്കെ നമ്മൾ പുറത്തുനിന്ന് പഠിച്ചാണെങ്കിൽ ഗുണമില്ല എന്നുള്ള സാധനം നമുക്ക് അറ്റാഗ് ഇപ്പോഴും ഉണ്ട്. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവരെ കണ്ടുമ്പോൾ നമുക്ക് ഭയങ്കര പ്രൗഡാ നാട്ടി. അപ്പൊ നമ്മളോട് ഇങ്ങനെ പറയും, കണ്ടോ അവർ ഇവിടുന്ന് പഠിച്ചിട്ടാണ്, അവരെ കണ്ടാ പറയോ എങ്ങനെയാന്ന് നോക്ക്, ഹൗ ദിയർ പെർഫോമിങ്, അല്ലെങ്കിൽ ഹൗ ദിയർ ടേക്കിംഗ് ദ സ്കിൽസ് ടു ഡെവലപ്പ്. നമ്മളൊരു സ്റ്റുഡന്റിന് തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, 2024 വന്ന ഒരു സ്റ്റുഡന്റ്, സെപ്റ്റംബർ ഇൻടേക്കിൽ വന്ന ഒരു സ്റ്റുഡന്റിന്റെ ഫാദർ ഏകദേശം 25 years ഓഫ് സർവീസ് ആയി അദ്ദേഹത്തിന്, അതായത് റോക്ക് റൈറ്റ്. ഞാൻ അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയപ്പോൾ അദ്ദേഹം റഷ്യൻ ഏകദേശം 2000 അദ്ദേഹം റഷ്യൻ സംസാരിക്കുന്നു. ഉസ്ബെക്കിൽ വന്നപ്പോൾ നമുക്ക് ഉസ്ബെക്കിൽ 2 ലാംഗ്വേജ് ആണ്, ഉസ്ബെക്ക് ലാംഗ്വേജും ഒന്ന് റഷ്യൻ ലാംഗ്വേജും. പിന്നെ ഇംഗ്ലീഷ് ടോക്ക് ചെയ്യുന്നവരാണ് മെയിൻലി ഉണ്ടാവുക. അപ്പോ റഷ്യൻ സംസാരിക്കുന്നു. ടാക്സി ഡ്രൈവർ അദ്ദേഹം വന്നപ്പോൾ അവിടെ ഹോസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ ടാക്സി ഡ്രൈവേഴ്സിനായിട്ട് റഷ്യൻ സംസാരിക്കും. അപ്പൊ തന്നെ എനിക്കൊരു ഡൗട്ട് അടിച്ചു, റഷ്യൻ എന്ന് പറയുന്ന സബ്ജക്ട് മോസ്റ്റ് സ്പോക്കൺ ലാംഗ്വേജ് ആണ് റഷ്യൻ. പക്ഷെ അറിയുന്നവർ നമ്മളൊരു ഭാഗത്തേക്ക് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചപ്പോ അദ്ദേഹം ഏകദേശം 2000 റഷ്യൻ അബ്രോഡ് MBBS പാസ് ഔട്ട് ആയി. അപ്പൊ ഏതൊരു ഇയറിൽ അദ്ദേഹം അവിടെ പോയിട്ടുണ്ട്. ഞങ്ങള് സാപ്രോഷ്യയിലായിരുന്നു യുക്രൈനിൽ. അപ്പൊ നമ്മള് 2017 വരുമ്പോ അപ്പോൾ ഉണ്ടായിരുന്നു, നമ്മള് ഫസ്റ്റ് ഇയർ എത്തുമ്പോ അപ്പോൾ ഉള്ള 6th year ഉള്ള ആൾക്കാർ ഏകദേശം ഒരു 8-9 പേരെന്തോ ആയിരുന്നു. അതിന്റെ അപ്പൊ നമ്മുടെ തൊട്ട് സീനിയേഴ്സ് ആയിട്ടുള്ളവര് ലെസ് ദാൻ 100, അങ്ങനെ നമ്മള് 100+. അത് കഴിഞ്ഞിട്ട് വരുന്നവര് 200 അല്ലെങ്കിൽ 150. പിന്നെ ഇങ്ങനെ കേറി കത്തി വന്നോണ്ടിരുന്നു. അല്ല 2020 ശേഷമാണ് പിന്നെ ഭയങ്കരമായിട്ട് സ്റ്റുഡൻസ് അബ്രോഡ് ചൂസ് ചെയ്യാൻ തുടങ്ങിയത്. മോറോവർ നമ്മുടെ നാട്ടിലെ
ഹീറ്റിന്റെ പ്രശ്നങ്ങൾ കാരണം പിന്നെ മാർക്കറ്റിംഗ് സാധനങ്ങൾ വന്നു. പിന്നെ കൂടുതൽ ഇപ്പം ആൾക്കാർ കൂടുതൽ അറിയാൻ തുടങ്ങി. ഈ എബ്രോഡ് MBBS ഇല്ലാത്തൊരു എല്ലാവർക്കും എക്സ്പോ പോലെയുള്ള കുറെ സാധനങ്ങൾ ഇങ്ങനെ വർക്കിംഗ് എക്സ്പോ പോലെ ഇങ്ങനെ കുറെ പേര് വരുന്നു, അതിനെപ്പറ്റി പറയുന്നു. കാനഡയ്ക്കൊക്കെ കുട്ടികൾ പോകുന്ന പോലെ തന്നെ കോമൺ ആയിട്ട് എബ്രോഡ് MBBS ജനറലൈസ് ചെയ്ത് കണ്ടു തുടങ്ങി. നമ്മളൊക്കെ പോകുന്ന സമയത്ത് ഭയങ്കര റെയർ ആയിരുന്നു, പിന്നെ കോമൺ ആയി. പിന്നെ ഇപ്പം കോമണിനേക്കാൾ എന്താ പറയാ ചുമ്മാ ചറപറ അഡ്മിഷൻ എമൗണ്ട് ഓഫ് കോഴ്സിനാണ് നമുക്ക് എബ്രോഡ് MBBSഉം കുട്ടികൾ പഠിക്കുന്നത്. നമുക്ക് പഠിക്കാൻ പക്ഷേ പോകുന്ന ഇപ്പൊ ഒന്നുകൂടി പാരന്റ്സിനാണെങ്കിലും സ്റ്റുഡൻസിനാണെങ്കിലും ഒന്നുകൂടി എന്താ പറയാ ഒരു ഓപ്പൺ സ്പേസ് ആണ് അബ്രോഡ് MBBS എന്ന് പറയുന്നത്. പിന്നത്തെ കാര്യം ആക്സസിബിലിറ്റി കൂടുതലായി. ഇപ്പൊ ഈ പറഞ്ഞാൽ അത്യാവശ്യം നല്ല എന്താ പറയാ ഫിനാൻഷ്യലി സ്റ്റേബിൾ ഉള്ള ഫാമിലി ആണെന്നുള്ളൊക്കെ ദേ ക്യാൻ വിസിറ്റ്. അവർക്ക് പ്രയർ ടു അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ വിസിറ്റ് ചെയ്യാം, കുട്ടികളുടെ ഒപ്പം വരികയും ചെയ്യാം. ഓൺഗോയിങ് നമ്മളെ പേരൻസ് ഒക്കെ നമ്മളെ വിട്ടയച്ച ടൈമിൽ എന്റെ ഉമ്മയൊക്കെ ഞാൻ സത്യം പറയാം എന്റെ ഉമ്മയൊക്കെ അറിഞ്ഞിരുന്നു എന്താവും എന്നുള്ളൊരു സാധനം ഉണ്ടായിട്ടുണ്ട്. ഇത്രയും ദൂരെയാണ് ആക്സസ് എങ്ങനെയാവും. ഞാനൊക്കെ ആണെങ്കിൽ +2 കഴിഞ്ഞ് നീറ്റ് ജസ്റ്റ് ക്വാളിഫൈ ചെയ്ത് കയറിയ ആളായിരുന്നു 2019. അപ്പൊ +2 കഴിഞ്ഞ ടൈം +2 വരെ ഡെയിലി സ്കോളർ ആയിരുന്നു. ടൈമിൽ ആ ഒരു ഉമ്മാന്റെ ഒപ്പം നിൽക്കുന്ന ഒരു കുട്ടി എന്നുള്ള രീതിയിൽ അല്ല അപ്പോഴും നമ്മളുടെ ഈ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ അങ്ങനെ വരുന്നതേ ഉള്ളൂ. അതിന്റെ തുടക്ക സമയം ഒരു യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്തിട്ട് എന്താണ് നമ്മളെ യൂണിവേഴ്സിറ്റിയുടെ പേര് പോലും സെർച്ച് ചെയ്യുന്നത്. പിന്നെ നമ്മള് ഗൂഗിൾ ചെയ്യും സെപ്പറേഷൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്താ. പിന്നെ അല്ല യൂട്യൂബിലും ഇൻഫർമേഷൻസ് അവൈലബിൾ ആണെന്നുള്ളൊരു സാധനം നമുക്ക് കിട്ടി തുടങ്ങിയതൊക്കെ പിന്നീടാ. ഇപ്പോഴാണല്ലോ പിന്നെ ഈ വ്ലോഗിങ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഷെയറിങ് ഇങ്ങനെ യൂണിവേഴ്സിറ്റി അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. ഇന്റർനെറ്റ് ഒരു മുന്നോട്ട് പോകുന്ന കാലം മുന്നോട്ട് പോയപ്പോ ആക്സസിബിലിറ്റി കൂടി കഴിഞ്ഞപ്പോ നമ്മളിങ്ങനെ ഇതാക്കുന്നത് മാത്രം. നമ്മളെ മെഡോക്കിന്റെ കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് എത്തിക്കാൻ മെയിൻലി നമ്മൾ യൂസ് ചെയ്ത് സോഷ്യൽ മീഡിയ ആണ്. കാരണം അത്രയും വൈഡ് ആയിട്ടുള്ള ഓഡിയൻസ് നമുക്ക് വേറെ എവിടെയും കിട്ടില്ല. അത് സോഷ്യൽ മീഡിയ വഴിയായിട്ടാണ് കിട്ടുക. നമ്മളെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ കാര്യങ്ങൾ. ഞാൻ മോറോവർ ഇപ്പൊ നമ്മളെ സോഷ്യൽ മീഡിയ ടീമിനോടാണെങ്കിലും ഇന്റർപ്പുള്ള നമ്മളെ ഏകദേശം മെഡോക് ഫാമിലി എന്ന് പറയുന്ന ഏകദേശം 100+ സ്റ്റുഡൻസ് ആണ് നമ്മളൊരു ഫാമിലി. പക്ഷെ ഇതിന്റെ ടീം എന്ന് പറയുന്ന ഏകദേശം 20-25 ആൾക്കാരുണ്ട് നമ്മളെ മെഡോക് ടീം എന്ന് പറയുന്നത്. അവരോടൊക്കെ പറയുന്നത് റിയാലിറ്റി പറഞ്ഞു കൊടുക്കുക. ഫാക്റ്റും നോൺ ഫാക്ട് ലൈക്ക് എന്താണ് ഇപ്പം നമ്മളെ എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കൊടുക്കുന്നുണ്ട്. ഫേക്ക് ന്യൂസും ഒരു മെയിൻ ഇഷ്യൂ ആണ്. ലാസ്റ്റ് വീക്ക് ആന്റണി ഒരു PDF അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു സ്റ്റോറി ആന്റണി പറയും. അതായത് NMCന്റെ സൈനും കാര്യങ്ങളും വെച്ചിട്ട് ഇന്ന യൂണിവേഴ്സിറ്റികൾ ബാൻഡ് അയക്കുന്നു എന്ന രീതിയിൽ. അതായത് നിലവിൽ ഉസ്ബെക്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യൻസ് പഠിക്കുന്ന യൂണിവേഴ്സിറ്റികളെല്ലാം NMC ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് NMCന്റെ ലോഗോ വെച്ചിട്ട് തന്നെ ഒരു നോട്ടീസ് പോസ്റ്റർ അടിച്ചിട്ട് സോഷ്യൽ മീഡിയകളെ സ്പ്രെഡ് ചെയ്യാണ്. അത് കറക്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ സ്പ്രെഡ് ചെയ്യാനുള്ള സ്പീഡിൽ എന്താണ് ഫേക്ക് ന്യൂസ് ആണ് പറയുന്നത്. നമ്മളെ അത് ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ ഒറിജിനൽ ആണോ ഉണ്ട്. നമ്മള് നേരെ NMC സൈറ്റിൽ പോയി നോക്കിയപ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അല്ല പിന്നത്തെ ഒരു കാര്യം NMCയുടെ അങ്ങനത്തെ എന്താണ് നമ്മൾ ഇതുപോലെ ഇപ്പം നേരത്തെ ഒരു താഷ്കന്റ് അക്കാഡമിയിലെ അപ്ഡേഷന്റെ ബേസ് ചെയ്ത് ഒരു ഫേക്ക് ന്യൂസ് എന്തോ ഞാൻ ഇങ്ങനെ കണ്ടിരുന്നു. ഇങ്ങനെ എന്തോ ഇപ്രാവശ്യം ഇന്ത്യക്ക് നേരത്തെ ആണെന്നോ ഇന്ത്യക്ക് കുറഞ്ഞു അങ്ങനെ എന്തോ ചെറിയ ന്യൂസ് ഇങ്ങനെ കണ്ടു. പക്ഷെ ഇത് കഴിഞ്ഞത് എന്താണ് നമ്മള് താഷ്കന്തിന്റെ ഏത് അബ്രോഡ് യൂണിവേഴ്സിറ്റിയാണ് ആ യൂണിവേഴ്സിറ്റിക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആക്സസ് ആണ് കുട്ടികൾക്ക്. ഇല്ല ന്യൂസ് അപ്ഡേറ്റ്സും കാര്യങ്ങളും. സ്റ്റോറി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ മോറോവർ ചില ഏജന്റുമാർ എല്ലാവരും പറയുന്നില്ല ഗുഡ് കൺസൾട്ടൻസീസ് നമ്മുടെ കേരളയിലുണ്ട്. വളരെ ഓൾഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള കൺസൾട്ടൻസീസ് ഉണ്ട്. അപ്പൊ ചില കൺസൾട്ടൻസി ന്യൂലി തുടങ്ങിയ കൺസൾട്ടൻസീസ് അവരവിടെ പോയിട്ട് പോലും ഉണ്ടാവില്ല. അപ്പൊ അവര് സ്റ്റുഡൻസ് വിളിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും പറഞ്ഞു നിൽക്കാൻ അവർ എന്തെങ്കിലും ഒരു കളവ് പറയും. അവരെ ഗസ് ചെയ്ത് കാണുന്ന ഒരു സംഭവം പറയും. പക്ഷെ ആ കുട്ടി പോയിട്ട് ആ കുട്ടിയുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് അല്ല പിന്നത്തെ ഒരു കാര്യം ഈ കുട്ടി വിളിക്കുന്ന അങ്ങനെ നമ്മളിതാക്കുന്നതെല്ലാം അവർക്കും ജീവിക്കണം. നമ്മളിങ്ങനെ വിളിക്കുമ്പോൾ പറയും ആ യൂണിവേഴ്സിറ്റിയിൽ അവിടെ ഇങ്ങനത്തെ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. rather than you can choose this university because അവർക്ക് ആക്സസ് അങ്ങോട്ടാണ്, അവർ അഡ്മിഷൻ ചെയ്യുന്ന അങ്ങോട്ടാണ്. എനിക്ക് തോന്നുന്ന ഫേക്ക് ന്യൂസിന്റെ ഉത്ഭവം അവിടുന്ന് ആരെയും ജസ്റ്റ് നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെറിയൊരു കളവായിരിക്കും. പക്ഷെ ആ സ്റ്റുഡന്റ് അത് എടുത്തിട്ടുണ്ടാവുക റിയൽ ആയിട്ട് എടുത്തിട്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്ന് കരുതിയിട്ട് പ്ലസ് അല്ല നമ്മളൊക്കെ മെയിൻലി എന്നോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ പറയും നമ്മൾ ഇന്ന യൂണിവേഴ്സിറ്റീസ് അവൈലബിൾ ആണ്
അല്ലെങ്കിൽ ഇന്ന ഇപ്പൊ ജോർജിയയിലാണെങ്കിൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, അസർബൈജാൻ ഉണ്ട്, ഫിലിപ്പീൻസ് ഉണ്ട്. അല്ല ഞാൻ എന്റെ ടീമിന് നമ്മുടെ ടീമിനോട് എപ്പോഴും പറയുന്ന ഒരു സംഭവം നമുക്ക് ഡയറക്റ്റ് ആക്സസ് ഉള്ള യൂണിവേഴ്സിറ്റീസിൽ ഇത്രയൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ഇത് ഷെയർ ചെയ്യാം. പക്ഷെ നമ്മൾ മെയിൻലി ഫോക്കസ് ഓൺ ചെയ്യുന്നത് താഷ്കന്ദിലേക്കാണ്. കാരണം നമുക്ക് ആക്സസ് കൂടുതലാണ്. ഞാൻ പഠിച്ചത് അല്ലെങ്കിൽ എന്റെ ജൂനിയേഴ്സ് ഉണ്ട്, നമുക്ക് അവൈലബിലിറ്റി ജോർജിയയിലുള്ള ഓൾറെഡി വി ലീവ് ദെയർ. നമ്മൾ അവിടെ ജീവിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വന്നവരായതുകൊണ്ട് വി ആർ പ്രൊമോട്ടിംഗ് ദാറ്റ് കൺട്രി ഓൺലി ബിക്കോസ് അങ്ങോട്ടേക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള സോഴ്സസ് ഉള്ളത്. നമ്മൾ വെറുതെ ചറപറ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. കാരണം അല്ല നമുക്ക് അത്രയും സർവീസ് കൊടുക്കണം എങ്കിലേ നമ്മള് ബിസിനസ് പരമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് വളർച്ച ഉണ്ടാവുള്ളൂ. അല്ലാതെ കുട്ടികളെ ഇപ്പൊ നമുക്കൊരു നമ്മളെ ടൈപ്പിലൊക്കെ ഉണ്ടായി നമ്മളിപ്പോ മെഡോക്ക് സ്റ്റാർട്ട് ചെയ്യാണ്ടായിരുന്ന ഒരു സ്റ്റോറി തന്നെ നമ്മളെങ്ങനെ ബിഗിൻ ചെയ്യാന്ന് വെച്ചാൽ കുട്ടികളുടെ സ്ട്രഗിൾ കണ്ടിട്ടാണ്. അതുമല്ല നമുക്ക് എങ്ങനെയാണ് എടുക്കുക എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വന്നു തുടങ്ങി. എങ്ങനെ അഡ്മിഷൻ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ പല കുട്ടികളെ അന്വേഷിക്കാൻ തുടങ്ങി. നിങ്ങൾ എങ്ങനെയാണ് പോയത്, എന്താണ് അവിടുത്തെ കാര്യങ്ങൾ, അതാണ് നമുക്ക് മനസ്സിലായി. ഇതിന് കുറെ ഇൻഫർമേഷൻസ് കൊടുക്കാനുള്ള ലാക്ക് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അല്ല അതുമല്ല ഇവര് പറയുന്നത് നമ്മൾ എത്തിക്കഴിഞ്ഞപ്പോഴാണ് നമ്മളോട് പറയുന്ന ഏജൻസിക്കാരുടെ പല സാധനങ്ങളും നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാവും, നമുക്ക് ആക്സസ് കൂടുതലാണ്. നമ്മളൊരു ഡീൻസ് ഓഫിന്റെ ഓഫീസിൽ പോയി നിന്ന് കഴിഞ്ഞാൽ പല ഏജൻസിക്കാർ നമ്മൾ വരെയാണ് ഗ്രൂപ്പ് വരെ പറഞ്ഞ് പറയാറുണ്ട് കുട്ടികളെ പറ്റിക്കാൻ. അതാണ് ഞങ്ങൾ ഗ്രൂപ്പ് ഇടും. അപ്പൊ നിങ്ങൾക്ക് ഏത് ഗ്രൂപ്പിലാണ് ഞങ്ങൾ ആക്കി തരും. അതൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. അപ്പൊ ചിലർക്ക് റൂംമേറ്റ് കോളിലെ കൂടെ നിൽക്കാനാണ് ഇഷ്ടം, അല്ലെങ്കിൽ അവർക്ക് റൂം അങ്ങനെ കൊടുക്കും. ഒന്നും മേടിക്കണ്ട, എല്ലാം ചെയ്യുന്നത് ഞങ്ങളാ. അവസാനം ഒരു പൊടി പോലും ആ ഏരിയ കാണൂല. ഏത് ഏജൻസിക്കാര് എനിക്ക് തോന്നണ നമ്മുടെ അബ്രോഡ് MBBS എന്ന് പറയുന്ന ഒരു ടേമിലാണ് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ആ ഒരു ലൈക് ഗ്രൂപ്പിലാണ് ഏറ്റവും കൂടുതൽ സ്കാംസ് അബ്രോഡ് MBBS എന്ന് പറയുന്ന ബിസിനസ്. കാരണം ടാഗ് എങ്ങനെയാ ഇത് ആ ഒരു അഡ്വർടൈസിന്റെ ആ ഒരു ഇതിൽ അവര് വരുന്നത് ഇത്ര ലക്ഷത്തിന് MBBS. അപ്പൊ അത് കഴിഞ്ഞു. അല്ലെങ്കിൽ എന്താ പറയാ, ചിലപ്പോ 6 മാസത്തെ സെമ്മിന്റെ ഒരു ഇത്ര ലാക്സിന് MBBS. അപ്പൊ ഇങ്ങനെ അപ്പൊ എന്റെ അമ്മ ഇങ്ങനെ ചോദിക്കും, ഇത് ഇത്ര തന്നെ തീരുവോ? ഞാൻ പറഞ്ഞ അത് മാത്രമായിരിക്കും. ഇനി അവരെ എൻക്വയറി ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മള് പത്രത്തിൽ നമ്മുടെ എന്റെയൊക്കെ ഞാനൊക്കെ നോക്കുമ്പോ പത്രത്തിലായിരുന്നു പരസ്യം, ഇത്ര MBBS ഇതിന്, ഇല്ലെങ്കിൽ ഇന്ന എക്സ്പോസ് ഇവിടെ നടക്കുന്നു. നമ്മളൊക്കെ ന്യൂസ് പേപ്പർ നോക്കിയിട്ട് പോയതാ. പേഴ്സണൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അതിന് മുന്നേ ഞാൻ പല എക്സ്പോയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് ഓൾറെഡി. പല യൂണിവേഴ്സിറ്റി റെപ്രസെന്റേറ്റീവ്സ് ഒക്കെ വന്നിങ്ങനെ നിൽക്കലും അന്നൊക്കെ ഉണ്ടായിരുന്നില്ല 12 ലക്ഷത്തിന് 10 ലക്ഷത്തിന് MBBS പഠിക്കുന്നത്. ഇതിന്റെ സ്റ്റോറി എന്താന്ന് വെച്ചാല് ഞാൻ നേരത്തെ പറഞ്ഞ സെമ്മിന്റെ ഫീസ് മാത്രം, അപ്പുറത്ത് വേറെ കുറെ അക്കോമഡേഷൻ ചെലവുണ്ട്, ഹോസ്റ്റൽസ്, ലിവിംഗ് എക്സ്പെൻസ്, അതിനെ പറ്റിയാണ് നമ്മള് ആദ്യം. വിസയുണ്ട്, ഇയർലി വിസ എടുക്കുന്ന കൺട്രീസ് ആണെങ്കിൽ ഇയർലി വിസ നമ്മൾ പുതുക്കേണ്ട കാര്യങ്ങളുണ്ട്. ലിവിംഗ് എക്സ്പെൻസ് എങ്ങനെയായിരിക്കും, ഫുഡ് എങ്ങനെയായിരിക്കും, ഇത് അങ്ങനെ നിങ്ങൾ ചെന്നാൽ മതി എന്ന് ചിലര് പറയും. എല്ലാത്തിനും ഞങ്ങളുണ്ട്, എല്ലാത്തിനും ഞങ്ങളുണ്ടെന്ന് പറയുന്നത്. ചെന്നാൽ മതി എന്ന് പറഞ്ഞൊരു കാര്യമില്ല. ഫിനാൻഷ്യൽ എന്ന് പറയുന്ന ഒരു സംഭവം അപ്പൊ ഞാനൊരു സ്റ്റുഡന്റിനെ വിളിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ടീമിനോട് എപ്പോഴും പറഞ്ഞു കൊടുക്കാറുള്ള ഒരു സംഭവം, സ്റ്റുഡന്റിനെ വിളിക്കുകയാണെങ്കിലും ജസ്റ്റ് ഒരു കോൾ ചെയ്യുകയാണെങ്കിലും ഫിനാൻഷ്യലിന്റെ ഭാഗം അത് ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു കൊടുക്കാം. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ഫിനാൻഷ്യൽ എന്ന് പറയുന്നത് കാരണം ഒരിക്കലും ആ സ്റ്റുഡന്റിന്റെ കയ്യിൽ തന്നെ വരുന്നത്, സ്റ്റുഡന്റിന്റെ പാരന്റ്സിന്റെ കയ്യിൽ നിന്നാണ്. അതുമല്ല നമ്മൾ ഒരിക്കലും എക്സാക്ട് എമൗണ്ട് പറയരുത്, ഞാൻ പറയത്തുള്ളൂ. കാരണം ഒരിക്കലും കറക്റ്റ് ഇത്ര രൂപയ്ക്ക് നിങ്ങൾക്ക് ഇറങ്ങാം, അത് നമ്മൾ ഒരിക്കലും അങ്ങനെ പറയരുത്. എന്തായാലും ഫീസിലും കാര്യങ്ങളും കാരണം സ്റ്റാൻഡേർഡ് ഡോളർ റേറ്റിലായിരുന്നു. ഇപ്പൊ ഞങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഡോളർ 75 രൂപയായിരുന്നു, ഏകദേശം 86-88. അതുമല്ല നമ്മളിങ്ങനെ ഈ എസ്റ്റിമേറ്റ് പറയുമ്പോൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ എസ്റ്റിമേറ്റ് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ അത് വളരെ നല്ലൊരു പോയിന്റാണ്. കാരണം ചില മിഡിൽ ക്ലാസ് ഫാമിലീസ് ഓക്കെ അവരിങ്ങനെ 6 ഇയേഴ്സിന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇവർ ഇത്ര എമൗണ്ടിനുള്ള അപ്പൊ എന്തെങ്കിലും സേവ് ചെയ്യാനുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ഇതിന് 30-ലേക്ക് എത്തിക്കാം, 30. അപ്പൊ റിയാലിറ്റി എന്ന് പറയുന്നത് ഏകദേശം 35 to 38 lakh വരെ എക്സ്റ്റെൻഡ് ആവാനുള്ള പോസിബിലിറ്റി ആവാതിരിക്കാം എന്നുള്ള കാര്യം നമ്മൾ നേരെ പറഞ്ഞു കൊടുക്കണം. അപ്പൊ ആ പാരന്റ് എപ്പോഴും മൈൻഡിൽ കരുതണം, ഓക്കെ സ്റ്റുഡന്റിന് പഠിച്ചിറങ്ങണമെന്നുണ്ടെങ്കിൽ ഇത്രയാവും. അപ്പൊ ഞാൻ എപ്പോഴും പറയുമ്പോൾ 30 ഒരു 35 കൂട്ടിക്കോ. ഇതിൽ കൂടിയാലും കുറഞ്ഞാലും നമുക്ക് ഇതാണ്. പക്ഷെ ഒരിക്കലും നമ്മൾ ഇന്ന കാൽക്കുലേഷൻ വെച്ച് നമ്മൾ പോകരുതെന്ന് ഞാൻ എപ്പോഴും പറയും. പിന്നത്തെ കാര്യം എല്ലാരും ചോദിക്കുന്ന എന്താണ് സേഫ്റ്റി. ഈ കഴിഞ്ഞ ദിവസം കൂടെ ചോദിച്ച ഗേൾസിന് സേഫ്റ്റി ആയിട്ട് നിൽക്കാൻ പറ്റിയ അബ്രോഡ് പോകാൻ പറ്റിയ സ്ഥലം ഏതാ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസും ഇഷ്ടം പോലെ. ഔട്ട് ഓഫ് ഇന്ത്യ എല്ലാം
സേഫാണ്. എനിക്കങ്ങനെ ഞാൻ പറയുമ്പോൾ ഞാൻ എല്ലാവരോടും അങ്ങനെ പറയുന്നത് തന്നെ, ഇന്ത്യക്ക് പുറത്തു പോയാൽ മിക്ക നമ്മളെ കമ്പയറിംഗ് ടു അവർ കൺട്രി, അതായത് നമ്മൾ ഇവിടെയും പഠിച്ച ആൾക്കാരാണ്, അബ്രോഡും പഠിച്ച ആൾക്കാരാണ്. എനിക്ക് പറയാനുള്ളത് നമ്മളെ കേരളമാണെങ്കിൽ ഓക്കെ, അതിന്റെ പുറത്തേക്ക് കേരളം ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പേടിയാണ്. കുറെ കാര്യങ്ങൾ അല്ല, നമ്മള് റിയാലിറ്റി പറയാം, ഒരിക്കലും ഒരു കൺട്രീനെ കുറ്റം പറയാം. അല്ലല്ല, അങ്ങനെ പറയുന്നല്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ അതായത് ചെറിയ ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ പോലും ഓവർ ഒബ്സസ്ഡ് വിത്ത് ഫോണാണ്. ഫോണിൽ നോക്കുന്നു, അല്ലെങ്കിൽ ഇപ്പൊ കുറേ കാണുന്ന സാധനം മറ്റേ ചെറിയ പിള്ളേർ തന്നെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നു, സ്കൂളിൽ ഫോണിന്റെ ആക്സസ് കൂടുന്നു, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വന്ന് കുറെ മിസ്ഗൈഡ് ചെയ്ത് കുറെ ഇഷ്യൂസിലേക്ക് അങ്ങനെ പോകും. അത് നമുക്ക് നേരത്തെ തന്നെ ഹിറ്റ് ചെയ്യും. നമ്മൾ ഇത്രയും സ്റ്റുഡൻസിന് ഓരോ പ്രാവശ്യം ഏകദേശം 100ന്റെ അടുത്ത സ്റ്റുഡൻസിന് ഓരോ പ്രാവശ്യം അബ്രോഡ് വരുന്നത് തന്നെ നമുക്ക് സ്റ്റുഡൻസ് നമ്മളെപ്പോഴും നമ്പർ ചെയ്യുക, നമ്മളൊരു ഫസ്റ്റ് ഇയറിനെ വെച്ചിട്ട് നമ്മളിപ്പോ എത്ര വലിയ ബിസിനസ് ആയാലും എത്ര വലിയ MBBS കഴിഞ്ഞ ഡോക്ടർ ആയാലും ഒരു ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് വന്ന് കാണുമ്പോൾ നമ്മളൊരു നമ്മള് ഫസ്റ്റ് ഇയർ കയറിയ ഒരു ചിന്താഗതി എന്തായാലും കാരണം അവർ ഭയങ്കര ഹൈപ്പാ, ഭയങ്കര ചിൽ മോഡ് വന്നു. MBBSന്റെ ഭയങ്കര ലൈറ്റർ കോഴ്സ് ആയിട്ട് കണ്ടിങ്ങനെ നിൽക്കും. സ്റ്റേജ് ബൈ സ്റ്റേജ് കഴിയുമ്പോൾ ഇതാണല്ലേ ഫാക്ട് എന്ന് മനസ്സിലായി തുടങ്ങുന്ന സമയം റിയലൈസേഷൻ പോയിന്റ് കുറച്ച് ലാഗായി പോകുന്നുള്ളതാണ് എനിക്ക് തോന്നിയ സാധനം. അവർക്ക് കുറച്ചും കൂടെ ഒരു ജനറേഷൻ ഗ്യാപ്പ് ആണ് എനിക്ക് തോന്നുന്നത്. സോഷ്യൽ മീഡിയന്റെ അതിന്റെയൊക്കെ തോന്നുന്നു പിള്ളേരെല്ലാരും ഒരു ഓവർ ഒബ്സസ്ഡ് വിത്ത് ഇൻസ്റ്റാഗ്രാം. ലൈക്ക് ഇന്ന് എന്ത് പോസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഞങ്ങള് ഫസ്റ്റ് ഇയർ കയറിയ ടൈമില് ഇന്ന് ഈവനിങ് ഫുട്ബോൾ കളിക്കാൻ പോകണ്ടേ, ക്ലാസ് കഴിഞ്ഞിട്ട് ഫുട്ബോൾ കളിക്കാൻ പോവാം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കറങ്ങാൻ പോവാം. ഞങ്ങള് കയറി ഇന്ന് ചെക്കിങ്ങിന് വരുന്നുണ്ട്, റൈസ് കുക്കർ മാറ്റി കെറ്റില് മാറ്റാം, അങ്ങനത്തെ ഇഷ്യൂസ്. അല്ലെങ്കിൽ ഇന്ന ആളിൽ ഇന്നതുണ്ടോ, ഇന്ന ഡ്രസ് ഉണ്ടോ, ഇന്ന ജാക്കറ്റ്സ് ഉണ്ടോ, അങ്ങനത്തെ. പിന്നെ അരി മുളക് ഉപ്പ് അതൊക്കെ ആരെടുത്തുണ്ടോ, അങ്ങനത്തെ ഒക്കെയായിരുന്നു നമുക്ക് മെയിൻലി ഇഷ്യൂസ് ആയിട്ടുണ്ടായ സാധനങ്ങൾ. നെക്സ്റ്റ് നമ്മൾ ഇനിയിപ്പോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എല്ലാവരും FMG. പക്ഷെ അതിന്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻസ് നോക്കുന്ന കുട്ടികളുണ്ട് ചിലര്. കാരണം പുറത്തേക്ക് തന്നെ ഓറിയന്റഡ് ആയിട്ട് പോകാൻ വേണ്ടിട്ട്. അബ്രോഡ് MBBS പഠിക്കുന്നതുകൊണ്ട് നമുക്ക് തിരിച്ച് FMG തന്നെ എഴുതണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് വേറെ കുറെ ഓപ്ഷൻസ് കാര്യങ്ങളുണ്ട്. പക്ഷെ ഇപ്പോൾ സേഫർ ഓപ്ഷൻ എന്ന് പറയുന്നതാണ് നമുക്ക് എന്താണ് FMG പാസ്സായതിനു ശേഷം നമ്മൾ വേറെ ഏതെങ്കിലും ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് അത് ഫെയിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ഇന്ത്യയിൽ വരാനുള്ള ഓപ്ഷൻസ് എപ്പോഴും ഉണ്ടാവും. കാരണം നമുക്ക് മറ്റെന്ന് പറഞ്ഞാൽ നമുക്ക് കോമ്പറ്റീഷൻ കൂടുതലാണ്. ഇപ്പൊ നമുക്ക് പ്ലാബ് ഉണ്ട്, AMC ഉണ്ട്, നമുക്ക് ന്യൂസിലൻഡ് എക്സാംസ് ഉണ്ട്, AMC USMLE ഉണ്ട്, കുറെ എക്സാമിനേഷൻ കാര്യങ്ങളുണ്ട്. നമുക്ക് ജസ്റ്റ് IELTS അതിന്റെ വ്യക്തമായ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ എല്ലാ കുട്ടികൾക്കും നമ്മൾ ഗൈഡൻസ് കൊടുക്കും. നമുക്ക് ആക്സസിബിളും ആണ്. പക്ഷെ വൺസ് ഏതെങ്കിലും സ്റ്റെപ്പിൽ വെച്ച് നമുക്ക് എന്താണ് ഇത് ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് എക്സ്പെൻസീവ് ആണ്. അതെ, പ്ലാബിനൊക്കെ പോകുന്നെങ്കിൽ നമുക്ക് 2 സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ഏകദേശം 5 lakhs above അതിന് എക്സ്പെൻസ് ഉണ്ട്. പിന്നെ ഏകദേശം 1.5 to 2 years ടൈം എടുക്കും. അതാണ് എല്ലാം കിട്ടി നമ്മൾ ഈ ഒരു ടൈം നമുക്ക് ഈ ഒരു ടൈമിലുള്ള എഴുതണതാണ് എപ്പോഴും ഇതാണ് ക്ലെവർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. അല്ല, ചിലർക്ക് മറ്റേ സാധനം ഉണ്ട്, ഇനിയിപ്പം MBBS കഴിഞ്ഞ് FMG എഴുതിയാലേ നമ്മൾ ഡോക്ടർ ആവൂ എന്നുള്ള ആ ഒരു. പക്ഷെ അത് പറഞ്ഞു കൊടുക്കാൻ കുറച്ച് പാടുള്ള കാര്യം. നമുക്ക് ഗോസ് എക്സാം കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഡോക്ടർ എന്നുള്ള ടാഗ് നമുക്ക് എന്തായാലും ഇടാം. ഞാൻ അങ്ങനത്തെ ഒരു അഭിപ്രായക്കാരനാണ്. കാരണം അവിടെ നമുക്ക് ഉസ്ബെക്കിസ്ഥാൻ ലൈസൻസ് നമുക്ക് കിട്ടും. അല്ല, ഇതിന്റെ മെയിൻ പ്രശ്നം ലാക്ക് ഓഫ് നോളജ് ആണ്. ലൈക്ക് നാട്ടില് നമ്മളിത് FMG എന്ന് പറയുന്ന എക്സാമിനേഷൻ ഇന്ത്യൻ പ്രകാരം നമ്മൾ പഠിക്കുന്ന രാജ്യത്തെ ലൈസൻസ് വേണം. നമുക്ക് ഉസ്ബെക്കിൽ ഗോസ് എക്സാം എഴുതി കഴിഞ്ഞാൽ നമ്മുടെ സർട്ടിഫിക്കറ്റിൽ നമ്മൾ അവിടെ വർക്ക് ചെയ്യാൻ ലൈസൻസ് ആണ്, നിങ്ങൾ അവിടെ വർക്ക് ചെയ്യാൻ. അത് പക്ഷെ ഈ സാധാരണക്കാരുടെ മെയിൻ ഇഷ്യൂ ഉസ്ബെക്കിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാർ എഴുതുന്ന അതേ എക്സാം ആണ് നമ്മൾ എഴുതിയിട്ട് പാസ്സാവുന്നത്. അന്ന് ലൈക്ക് ഡിപ്പാർട്ട്മെന്റ് വൈസ് വ്യത്യാസം ഉണ്ടെന്നല്ലോ. ലൈക്ക് അവിടുത്തെ സെയിം ടൈപ്പ് ഓഫ് എക്സാം, സെയിം ക്വസ്റ്റ്യൻസ് ആണ്, കാര്യങ്ങളാണ്. അപ്പൊ ഒരു ഉസ്ബെക്കിസ്ഥാനിൽ നമുക്ക് വർക്ക് ചെയ്യാനുള്ള എല്ലാ ലൈസൻസും കാര്യങ്ങളും ഇപ്പൊ ജോർജിയയിലാണെങ്കിലും ജോർജിയയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന, കസാഖിസ്ഥാൻ ആണെങ്കിലും കസാഖിസ്ഥാനിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ലൈസൻസ്. അവർക്കുള്ള മെയിൻ പ്രശ്നം ലൈക്ക് they were not aware that we have completed the examination and we already hold a license. അതായത് പുറത്തൊരു രാജ്യത്തിന്റെ എക്സാം, അവിടുത്തെ അവരുടെ ഡിമാൻഡിങ് ആയിട്ടുള്ള എക്സാം നമ്മൾ എഴുതി, നമ്മൾ ആ ഒരു ലൈസൻസ് ഹോൾഡേഴ്സ് ആണ് നമ്മൾ എന്നുള്ളതിന്റെ ഒരു എന്താ പറയാ ഒരു കംപ്ലീറ്റ് ഇൻഫർമേഷൻ അവർക്കില്ല. നമ്മുടെ നാട്ടില് ലൈക്ക് മോർ ദാൻ ഇൻഫർമേഷൻ അഡ്വർടൈസ്മെന്റ് ആണ് ഏറ്റവും. നമ്മൾ എന്നിട്ട് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മളോട് ഇങ്ങനെ
നമ്മള് ഇനിയിപ്പോ എഴുതിയാലേ നിങ്ങൾ ആവുള്ളൂ, ലൈക്ക് ആ ടാഗ് നമുക്ക് കിട്ടും. അത് ഇന്ത്യൻ ക്വാളിഫിക്കേഷൻ നമുക്ക് ഈ നാട്ടിൽ അല്ലെങ്കിൽ അപ്പൊ ഏത് രാജ്യത്ത് പോകുകയാണെങ്കിലും നമ്മൾ ആ രാജ്യത്തിന്റെ എക്സാമിനേഷൻ എഴുതാനാണ് അവർ അംഗീകരിക്കും. അത് പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മളിപ്പോ UK ഒക്കെ പോകാനാണെങ്കിൽ നമ്മൾ ഇതുപോലെ എഴുതുന്ന പോലെ തന്നെയാണ് ഇന്ത്യയിൽ അത് തന്നെയാണ്. അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കും. നമ്മൾ അവിടെ നമ്മൾ എല്ലാവരും ഈക്വലന്റ് ആണ്. നമ്മളുടെ കൺട്രിയിൽ നമ്മള് വന്നിട്ട് നമ്മളുടെ രാജ്യം ഡിമാൻഡ് ചെയ്യുന്ന എക്സാം ഇതായതുകൊണ്ട് നമ്മൾ അതിന് അപ്പയർ ചെയ്യുന്നു. നെക്സ്റ്റ് എക്സാമിനേഷൻ വരുവാണെങ്കിൽ ഈ പറഞ്ഞ വ്യത്യാസവും ഇല്ല. പുറത്ത് പഠിക്കുന്ന ആളായാലും നാട്ടിൽ പഠിക്കുന്ന ആളായാലും എല്ലാരും. നിങ്ങൾ വന്നപ്പോ നെക്സ്റ്റ് ഇല്ലേ വരുമെന്ന് പറഞ്ഞിട്ടുള്ളത്? നമ്മൾ പാസ് ഔട്ട് ആവുമ്പോ നെക്സ്റ്റ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് ഇങ്ങനെ സ്റ്റേ വന്നിട്ട് അങ്ങനെ നീണ്ടു പോവാണ്. പക്ഷെ മോറോവർ എനിക്ക് തോന്നുന്നു ഒരു 3-4 ഇയേഴ്സ് കഴിയുമ്പോൾ നെക്സ്റ്റ് എസ്റ്റാബ്ലിഷ് ആവും എന്നാണ് നമ്മുടെ കാര്യം. പക്ഷെ വരാൻ ചാൻസ് കുറവാണ്. കാരണം നെക്സ്റ്റ് എക്സാം വന്നാൽ അത് വലിയൊരു ചേഞ്ച് ആവും. കാരണം നമ്മൾ അബ്രോഡ് MBBS ഇപ്പോഴും ഇക്വലന്റ് കോഴ്സ് തന്നെയാണ്. പക്ഷെ ഒരു നാട്ടിൽ പഠിക്കുന്നത് അബ്രോഡ് പഠിക്കുന്നത്. കാരണം ഈ നീറ്റിന്റെ ഒരു പ്രയാസം എന്ന് പറയുന്നത് അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു പ്രയാസം തന്നെ. ഏകദേശം 28 അല്ലെങ്കിൽ 30 ലക്ഷത്തോളം ഇപ്പൊ ലാസ്റ്റ് 2025 നീറ്റ് എക്സാം എഴുതിയ കുട്ടികൾ ഏകദേശം 30 lakhs കുട്ടികളാണ് എക്സാംസ് കാര്യങ്ങൾ എഴുതിയിട്ടുള്ളത്. അതിൽ വെറും നമുക്ക് സീറ്റുള്ള എനിക്ക് തോന്നുന്നു. അതെ അതെ അതെ. ഈ നമ്മൾ ഈ ഏറ്റവും വിറ്റുന്നതാണ് നമ്മൾ ഈ MBBS കഴിഞ്ഞു വന്നു കഴിയുമ്പോൾ നമ്മള് ഈ ഒരു ടേം ഉണ്ടല്ലോ, ലൈക്ക് ആ ഒരു പീരീഡ്, നമ്മളൊരു എക്സാം പ്രിപ്പയറിങ് പീരീഡ്. അപ്പോൾ അതുപോലെ ഈ പെൺകുട്ടികൾക്ക് ഇങ്ങനെ പ്രപ്പോസൽസ് ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ തന്നെ പറയുന്നത് അബ്രോഡ് പഠിച്ചതൊന്നും നോക്കണ്ട, അതിനൊന്നും ഒരു പണിയില്ലാതെ വീട്ടിലിരിക്കും, അതിപ്പോ വേറെന്തോ ജോലി ചെയ്യുക, അതിനൊന്നും ഒരു തൊഴിലോലില്ല എന്ന് പറയുന്നവരുണ്ട്. ലൈക്ക് നമ്മൾ ആ ഒരു ഇങ്ങനെ നമുക്ക് കണ്ടിട്ട് ഇപ്പൊ നീറ്റ് PG പ്രിപ്പയർ ചെയ്യുന്നതാണെങ്കിൽ കൊച്ചിനൊന്നും ആയില്ലേ, ജോലിയൊന്നും ഇല്ലേ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഒരു ഷോർട്ട് ടേമിന് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇൻഫോർമേഷൻ. നേരത്തെ പറഞ്ഞ അഡ്വർടൈസ്മെന്റ് അപ്പുറത്തെ ഇൻഫോർമേഷൻ നമ്മൾ കൊടുക്കണം. അതായത് MBBS നമ്മൾ ഒരു സ്റ്റുഡന്റിനെ സജസ്റ്റ് ചെയ്യുമ്പോൾ ടൈം പീരീഡ് എപ്പോഴും നമ്മൾ പറയും. അതായത് നിന്റെ ഒരു ലൈക്ക് യൂത്ത് എന്തായാലും MBBSലേക്ക് നീ മാറ്റി വെക്കണം എന്ന്. അതൊരു ഡ്രീമാണ്. അത് അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏകദേശം 6 ഇയേഴ്സ് കോഴ്സ് കഴിഞ്ഞാലും പിന്നെ ഏകദേശം ഒരു 3 ഇയേഴ്സ്. ജസ്റ്റ് ഒരു നോർമൽ ഗ്രാജുവേഷൻ ഡിഗ്രി പാസ്സായിട്ട് നമ്മൾ വീട്ടിലിരിക്കണ പോലല്ലേ, നമ്മൾ ത്രൂ ആയിട്ട് ഒരു 10-15 ഇയേഴ്സും. അല്ല, നമ്മളൊരു 4th ഇയർ ഒക്കെ എത്തുമ്പോൾ നമുക്ക് ഡിപ്രഷൻ അടിച്ചു കൊടുക്കും. നമ്മുടെ കൂടെ പഠിച്ചവരൊക്കെ വേറെ ഇതിലേക്ക് പോയി നമ്മൾ ഇത് പോകുന്നു. നമ്മൾ സ്റ്റിൽ വി ആർ സ്ട്രഗ്ലിംഗ് യെറ്റ് അനദർ ഇയർ ടു കംപ്ലീറ്റ്. ഇനി ഇങ്ങനെ പൊക്കോണ്ടിരിക്കണം എന്നുള്ള സാധനമൊക്കെ വരുമ്പോൾ ഡിഗ്രി ആയിട്ട് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നതാണ്. അത് കണ്ടിന്യൂസ് ലേണിംഗ് ആൻഡ് അല്ല, ബോയ്സിന്റെ അവസ്ഥ പിന്നെയും മോശമാണ്. ഏകദേശം ഒരു 50 or 60 year എത്തുമ്പോഴത്തേനും ഒപ്പമുള്ളവരൊക്കെ കല്യാണം കഴിച്ചു. നമ്മളെപ്പോഴും അപ്പുറന്ന് അനാട്ടമിന്റെ മറ്റേ വർക്കും തീർത്ത് എക്സാം ഫസ്റ്റ് സാലറി ഇല്ലേ, അവരുടെ ഫസ്റ്റ് സാലറി ആവും, അവർ ഏൺ ചെയ്യാൻ തുടങ്ങും, അവർക്ക് സേവിങ്സ് ആവും. അങ്ങനത്തെ കുറെ സാധനങ്ങൾ കാണുമ്പോൾ ഡിപ്രസിങ് ഇതിലേക്ക് പോകും എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ ആരും നിർബന്ധിക്കില്ല. ഇതെല്ലാം അറിഞ്ഞിട്ട് അത്ര പാഷനേറ്റ് ആയിട്ടുള്ളവരും താല്പര്യമുള്ളവരും മാത്രമാണ് ചൂസ് ചെയ്യാൻ ഒരു പാർട്ടി. അതെ, കാരണം എന്താ വെച്ചാൽ നമുക്കാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പാരന്റ്സിനാണെങ്കിലും ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ കഴിയും. അങ്ങനെ തന്നെ നമ്മൾ മെഡോക്കും സ്റ്റാർട്ട് ചെയ്തത്. അതായത് നമ്മളിപ്പോ ഒരു പാരന്റ് വിളിക്കുകയാണെങ്കിൽ നമ്മളെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞു കൊടുക്കാറുള്ളത്. അതായത് കുട്ടി ഒരു ഇത്ര ഏജ്, ഇപ്പൊ നമ്മൾ ടിപ്പിക്കൽ മലപ്പുറം റീജിയനിൽ വിളിക്കുന്ന പാരന്റ്സ് ചോദിക്കുക അവരെ കല്യാണം നോക്കണം, ഏകദേശം 3rd year കുഴപ്പമില്ല, അതിനിപ്പോ കല്യാണം കഴിക്കുന്നവരുണ്ട്. ഇപ്പൊ നമ്മുടെ ജൂനിയേഴ്സ് ഒക്കെ ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 20-30% ഇപ്പം കുട്ടികൾ കല്യാണം കഴിച്ചു കാര്യങ്ങൾ വിസിറ്റ് ചെയ്യാറുണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനത്തെ ടൈം പീരീഡ് പറഞ്ഞു കൊടുക്കണം. ചിലവര് പിന്നെ ഓക്കെ ആയിരിക്കും 6 years കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കും. അപ്പൊ ആ കാര്യങ്ങൾ ആ ടൈം പീരീഡ് MBBS എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഡിപ്പെൻഡ് ഓൺ ടൈം പീരീഡ് ആണ്. അതെ, അത് പെൺകുട്ടികൾക്ക് വലിയൊരു പ്രശ്നമാണ്. ഇങ്ങനെ ഏജ് ഒരു ഫാക്ടറാണ്. ഇത് കഴിഞ്ഞ് കഴിയുമ്പോ അയ്യോ കൊച്ചിന് പ്രായമാവാണെന്ന് ഒരു 2-3 കൊല്ലം മുന്നേക്കാളൊക്കെ വളരെയധികം പെൺകുട്ടികൾ നമുക്ക് MBBS വരുന്നുണ്ട്. നമ്പർ ഓഫ് ചെക്കന്മാർ ഇപ്പൊ കുറവാണ്. ക്ലാസ്സിലൊക്കെ റേഷ്യോസ് വരുമ്പം പെൺകുട്ടികളാണ് കൂടുതലും ആയിട്ട് വരുന്നത്. പിന്നത്തെ കാര്യം, പിന്നെ എല്ലാരും ചോദിക്കുന്നത് നമുക്ക് പറ്റുമോ പഠിക്കാൻ. ഞാൻ ഒരു ഇതിലിങ്ങനെ പറയണ കേട്ടു, ലൈക്ക് നീറ്റിന് നിങ്ങൾക്ക് നല്ലൊരു ഇത് സ്കോർ ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നീറ്റിന് നിങ്ങൾ ജസ്റ്റ് ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾ MBBS പഠിക്കാൻ വരണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം എന്നുള്ള രീതിയിൽ ഞാനൊരു ഇത് കേട്ടു. ഇനി ഞാനൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, അഖിലക്ക് എത്രയാണ്? 80 above. ആന്റണിക്ക് എനിക്ക് ഏകദേശം 85-86 ആണ് റേഞ്ച് ആണ്. ഞാൻ 82. എനിക്ക് +2 82 ആയിരുന്നു. ഞാൻ നീറ്റ് റിപ്പീറ്റ് പോലും പോയിട്ടില്ല, നീറ്റ് ജസ്റ്റ് ക്വാളിഫൈ. ഞാൻ നീറ്റ് റിപ്പീറ്റ് ചെയ്തു, പക്ഷെ എൻ്റെ കൂടെ വന്ന് 90 അല്ല 100% 100% മാർക്ക് മേടിച്ചവരും 80 മേടിച്ചവരും ഇവൻഡോ ജസ്റ്റ് പാസ്സായി. നമ്മൾ ഒരിക്കലും അവരിങ്ങനെ ഇതായിട്ട് പറയില്ല. ജസ്റ്റ് നീറ്റ് പാസ്സായി, ജസ്റ്റ് +2 പാസ്സായി വന്നവർ പോലും
MBBS പഠിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ പക്ഷെ work അതിന്റെ ചെയ്യുന്നു അപ്പുറത്ത് നമ്മൾ എന്നുള്ളതാണ്. നോട്ട് ചെയ്യേണ്ടത് ഒരിക്കലും അത്ര ഈസി എന്നല്ല MBBS. നമ്മൾ ആ ഒരു ടൈം ആയപ്പോ ഒരു ഹാർഡ് വർക്ക് എന്തായാലും ഉണ്ടാവും. ഇതിന്റെ മെയിൻ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു മെത്തേഡ് ഓഫ് സ്റ്റഡി ഉണ്ടല്ലോ, ഒരു സ്റ്റഡി മെത്തേഡ് ഉണ്ട്. അത് നമുക്കൊന്ന് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനിപ്പം ഒരു ടോപ്പിക്കിന് ഞാൻ 1 മണിക്കൂർ ഇരിക്കും, നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ ജേർണി എന്നുള്ളത് നമ്മൾ accept ചെയ്യണം. നമ്മൾ എന്തായാലും പഠിക്കണം. സ്ലോ പ്രോസസ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതൊരു സ്ലോ ആയിട്ടുള്ള പ്രോസസ്സാണ്. ഞാനിപ്പോൾ 2 മണിക്കൂർ ഇരുന്നാലേ എനിക്ക് ഈ ഒരു പോർഷൻ തീർക്കാൻ പറ്റുള്ളൂ. പക്ഷെ ചിലർക്ക് ഒരു ഇതുണ്ട്, ഒരു പേടി അങ്ങോട്ട് കയറും. കാരണം എൻ്റെ അടുത്തിരിക്കുന്നവൻ അവിടെയാണ് പ്രശ്നം വരുന്നത്. ഈ റൂംമേറ്റ്സില് നമ്മൾ പഠിക്കാനിരിക്കുമ്പോ ഇപ്പൊ ഞാൻ ടെൻഷൻ ആവും, അവൻ വന്നത് തീർത്തു, ഞാൻ തീർത്തിട്ടില്ല. അപ്പൊ നമ്മൾ പിന്നെ ഇരിക്കാൻ തുടങ്ങും. അപ്പൊ നമ്മൾ എന്താണ് ഒരു മെത്തേഡ് ഓഫ് സ്റ്റഡിയിലേക്ക് തുടങ്ങി വരും. അതായത് നമ്മളെ കാപ്പബിലിറ്റി നമ്മൾ മനസ്സിലാക്കണം. ലൈക്ക് ഇവൻ ദോ ലൈക്ക് നമുക്ക് ചിലപ്പം വർഷങ്ങൾ എടുത്തു എന്ന് വരാം, അല്ലെങ്കിൽ എന്താ പറയാ, അതായത് ആ ഒരു സ്റ്റഡി മെത്തേഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഇപ്പൊ ഒരു ഫസ്റ്റ് ഇയർ ഒക്കെ എത്തുമ്പോൾ നമ്മൾ എന്താ പറയാ, നമ്മൾ ഇപ്പൊ പഠിച്ച് ഇപ്പൊ പറഞ്ഞു, അതായത് ഇപ്പൊ ജയിക്കാൻ വേണ്ടി പറയുന്നു. അടുത്ത വർഷം ആകുമ്പോൾ നമ്മൾ അത് മാറും. നമുക്ക് ഇൻഫർമേഷൻ നമ്മൾ പഠിക്കുന്നു, പിന്നെ ആ ഇൻഫർമേഷൻ നമ്മൾ ലൈക്ക് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പറയുന്നു. അങ്ങനെ വന്ന് കഴിഞ്ഞ് സ്ലോ പ്രോസസ്സിൽ അതാവും. ഞാനപ്പോൾ പറയാം, നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടോ, നിങ്ങൾക്ക് ഇത് പഠിക്കാനുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റും എന്ന് ഞാൻ പറയുള്ളൂ. ഒരിക്കലും നമ്മളിങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്ത് നമ്മളെ പുറകെ നടക്കാൻ ആരും ഇല്ല എന്നുള്ള സാധനം. പലരും എന്താണ് എഡ്യൂക്കേഷൻ നിർത്തി പോലുണ്ട്. ഫസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും സ്വന്തം സെൽഫ് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്ന കുട്ടികൾ കുറെ പേര് നമ്മൾ കണ്ടിട്ടുണ്ട്. റിയലൈസ് ചെയ്ത് പോകുന്നവരുണ്ട്. പക്ഷെ എന്താ പറയാ, നമുക്ക് നമ്മൾ ഈ +2 ഒന്നും പഠിച്ച പോലെ അല്ല. നമ്മൾ ടീച്ചേഴ്സ് മറ്റേ ഇങ്ങനെ എല്ലാ പോയിന്റ്സും ഇന്ന പോർഷൻ നിങ്ങൾ പഠിച്ച ഇതിന് മാർക്ക് എന്തായാലും വരും, അല്ലെങ്കിൽ എക്സ്ട്രാ ക്ലാസ് അങ്ങനെ ഒന്നുമില്ല. നോബഡി ഈസ് ദേർ ടു ടേക്ക് കെയർ ഓഫ്. അല്ല, ഞാൻ എപ്പോഴും പാരന്റ്സിന്റെ അടുത്ത് ഷെയർ ചെയ്യാനുള്ള ഒരു സാധനം, സ്പൂൺ ഫീഡിങ് ഉണ്ടാവില്ല ഒരിക്കലും. അത് വലിയൊരു ബിഗ് ഫാക്ടറാണ്. സ്പൂൺ ഫീഡിങ് ഒരിക്കലും ഉണ്ടാവില്ല. കറക്റ്റ് മെറ്റീരിയൽസ് ഉണ്ടാവും, ടീച്ചേഴ്സ് ക്ലാസ് കാര്യങ്ങൾ, ലൈബ്രറി ആക്സസും കാര്യങ്ങളും. ഗ്രാജുവേഷൻ കോഴ്സിന് ഇപ്പൊ എവിടെയാണെങ്കിലും എനിക്ക് തോന്നുന്നില്ല ആരും സ്പൂൺ ഫീഡ് ചെയ്ത് +2 പഠിപ്പിക്കുന്ന പോലെ മോഷൻ ബേസ് ചെയ്ത് ആരും പറഞ്ഞു കൊടുക്കില്ല. അത് ഡിഗ്രി കോഴ്സ് അല്ലേ, അത് നമ്മള് നമ്മുടെ എഫേർട്ട് ഇല്ല. പിന്നെ നമുക്കൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് പിറ്റേ ദിവസം നമുക്കുള്ള പോർഷൻ അവര് പറയും എന്നുള്ളതാണ്. അത് നമുക്ക് ഡെയിലി എക്സാമിനേഷൻ ഉണ്ടല്ലോ ക്ലാസ്സിൽ. അത് പക്ഷെ ഒരു ഡിസ്കഷൻ ആണ് നമുക്കില്ലേ. They were not teaching us, they were discussing about the topic and particular things. അല്ലെങ്കിൽ നമ്മൾ എല്ലാ കുട്ടികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, അവരുടെ അബ്രോഡ് MBBS ചൂസ് ചെയ്യും അവരുടെ ലൈഫ് അങ്ങോട്ട് എന്താ പറയാ, നമ്മളിങ്ങനെ തലകുത്തനെ ആവുന്ന ആ രീതിയിൽ. ആ തലകുത്തനെ ആവുന്നത് നല്ലതിനാണ്. എപ്പോഴും ഞാൻ പറയാം, അത് നല്ലതിനാണ്. നിങ്ങൾ സെൽഫ് എസ്റ്റീം ആവും, സ്കില്ല് ഡെവലപ്പ് ചെയ്യും. എപ്പോഴും നമ്മളെ ലൈഫ് സ്റ്റൈലേ മാറും. ഇപ്പൊ നമ്മളൊക്കെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് എല്ലാ കാര്യങ്ങളും ഉണ്ട്, പക്ഷെ നമ്മളൊരു 2 hours എപ്പോഴും സ്റ്റഡീന് വേണ്ടി മാറ്റി വെക്കും. അത് ഞാൻ കാണുന്നത് എന്റെ ലൈഫിൽ ഞാൻ അത്രയും അങ്ങനെ ഉഴപ്പി നടന്നിരുന്ന ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. പക്ഷെ ഞാനത് കാണുന്നത് ഭയങ്കര വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ്. എനിക്ക് MBBS എടുത്തിന്റെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് ഞാനത് കാണുന്നത്. എപ്പോഴും ഒരു 2 hours എപ്പോഴും അതിന് വേണ്ടിയിട്ട് മാറ്റി. ലൈക്ക് ഐ ട്രൈഡ് ആൻഡ് ഐ മേഡ് ദിസ് ഔട്ട്. അത് ഭയങ്കര ഒരു സെൽഫ് പ്രൗഡ് സാധനമാണ്. ലൈക്ക് ഐ ട്രൈഡ്, ലൈക്ക് ഞാൻ ശ്രമിച്ചു, ഞാൻ അത് നേടി, ഐ ഗോട്ട് മൈ ഡിഗ്രി ബാക്ക്, ലൈക്ക് ഐ ഏൺഡ് ഇറ്റ്. അത് ഭയങ്കര ഒരു സാധനമാണ്. ഇപ്പൊ നമ്മളിങ്ങനെ ഇനി മുന്നോട്ട് നമുക്ക് കുറെ എക്സാംസ് ആണുള്ളത്. 6 കൊല്ലവും പഠിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ ദിവസവും ഒരേപോലെ പഠിച്ചുകൊണ്ടൊന്നും പോകാൻ പറ്റുന്നില്ല. നമുക്ക് നമ്മുടെ സീനിയേഴ്സ് ഒക്കെ തന്ന ഒരു അഡ്വൈസ് എന്ന് വെച്ചാൽ, ഇത്രയുള്ള സമയത്ത് നിങ്ങൾക്ക് പഠിച്ച ഒരു പനിയായി ചുമയായിട്ട് പഠിക്കാൻ പറ്റില്ല, ഇപ്പോൾ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. നമുക്ക് ആബ്സെന്റ് ആയ നമ്മൾ യൂണിവേഴ്സിറ്റി പോയി ക്യൂ നിന്ന് ബില്ലടച്ച് ക്ലാസ് എടുത്ത് ടീമിന്റെ സൈൻ മേടിച്ചിട്ട് അതൊരു ലോങ് പ്രോസസ് ആണ്. ഇങ്ങനെ അപ്പൊ നമുക്ക് ദൊയ്ക്ക് കിട്ടിയാൽ പോലും നമുക്ക് ക്ലാസ്സിൽ പോയിട്ട് അത് പഠിച്ച് റീവർക്ക് ചെയ്താൽ മതി. പക്ഷെ അത് ആബ്സെന്റ് ആയ നമ്മുടെ ആ ഒരു ആഴ്ച അതാണ്. പിന്നെ നമുക്ക് ആ ഒരു ടച്ചിലേക്ക് വരാൻ സമയം എടുക്കും. നമ്മളെ പഠിപ്പിക്കുകയാണ് സിസ്റ്റം. പിന്നെ ഇടയ്ക്ക് ഞാനൊക്കെ ഭയങ്കര നോർമൽ സ്റ്റുഡന്റ്. അപ്പൊ എന്റെ കൂടെയുള്ളവരൊക്കെ ഇങ്ങനെ കുത്തിയിരുന്ന് പഠിച്ച്, അല്ലെങ്കിൽ നമ്മൾ ആ പോർഷനെക്കാട്ടിലും ഹയർ ആയിട്ട് അതിനെ പറ്റിയൊക്കെ പറയുമ്പോൾ നമ്മളിത് എന്നിനി എത്താനാ ആ ഒരു സാധനമൊക്കെ വരും. പക്ഷെ പറഞ്ഞല്ലേ, MBBS എന്ന് പറയുന്നത് നമ്മള് പകുതി ഐഡിയ വെച്ച് പഠിക്കേണ്ട ഒരു സംഭവമാണ്. കാരണം ലോട്ട് ഓഫ് സബ്ജക്ട്സ് അത് നമുക്കൊരു മനുഷ്യ ബുദ്ധിക്ക് കയറ്റാൻ പറ്റാത്ത കുറെ അധികം സബ്ജക്ട്സ്. നമ്മൾ അത്രയും സമയം കൊണ്ട് 19 സബ്ജക്ട്സ് കവറപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അതെല്ലാതും പോയിട്ട് നമുക്ക് ലാസ്റ്റ് ഇയർ ഒരു എക്സാം, അത് കഴിഞ്ഞ് FMG ഒരു എക്സാം. ഒരിക്കലും നമുക്ക് അതൊരിക്കലും, പക്ഷെ ഒരു ഐഡിയ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം. അത് പക്ഷെ എനിക്കുള്ള ഐഡിയ അല്ലായിരിക്കും അഖിലേക്ക്. അതാണ് നമ്മുടെ പ്ലാനിങ്സ് ഡിഫറെന്റ് ആയിരിക്കും, മെത്തേഡ് ഡിഫറെന്റ് ആയിരിക്കും. ഒരു ഐഡിയ നമുക്ക് എന്തായാലും ഒരു 4th ഇയർ ഒക്കെ ആകുമ്പോൾ എനിക്ക് തോന്നണേ നമുക്ക് ഒന്ന് ടച്ചപ്പ് ആവും ആ ഒരു ഐഡിയ. ഇങ്ങനെയാണ് നമ്മളെ ഒരു സ്റ്റഡി മെത്തേഡ് ഓഫ് സ്റ്റഡി. മോറോവർ ഹാർഡ് വർക്കിംഗ് ആണോ വേണ്ടത്, മോറോവർ കൺസിസ്റ്റൻസി ആണോ വേണ്ടത് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എത്തും. മെയിൻലി ഇന്റെ ഹാർഡ് വർക്കാണ്.
ഞാനൊരു ടോപ്പിക് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് അധികം കുറച്ച് നേരം ഇരിക്കണം. ഒരു പാൻഡനി ഇരിക്കണേക്കാട്ടും എനിക്കൊരു 1 hour മുകളിൽ ഇരുന്നാലുള്ളൂ എനിക്കൊരു ടോപ്പിക് കവർ ആവുള്ളൂ. മോറോവർ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്. അപ്പൊ എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ ആണെങ്കിൽ ചിലവരൊക്കെ ജസ്റ്റ് 2-5 minutes കൊണ്ടൊക്കെ ഒരു ടോപ്പിക് കവർ ചെയ്ത് വരുന്നവരുണ്ട്. അത്രയും ബ്രൈറ്റ് ആയ ആൾക്കാർ. പലർക്കും പല രീതിയാണ് പഠിക്കുന്നത്. അതെ അതെ, ഓരോരുത്തർക്കും ഓരോ അവർക്ക് എഴുതി പഠിക്കണം, അനാട്ടമി ഡയഗ്രാം വരച്ച് പഠിച്ചാൽ ഓർമ്മയ്ക്കുള്ളൂ. പലർക്കും പല രീതിയിലാണ്. നമ്മൾ 3D അനാറ്റമിയുടെ ആപ്പ് ഉണ്ടല്ലോ, അപ്പൊ നമ്മൾ കയറി ഇങ്ങനെ നമ്മളിങ്ങനെ തിരിച്ചു നോക്കും ഈ പോർഷൻ ഇത് ബോൺസിനെ നമ്മൾ റിവേർട്ട് ചെയ്ത് ഇങ്ങനെ നോക്കി. ഫസ്റ്റ് ഇയറിലൊക്കെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ് അതാണല്ലോ. അനാറ്റമി ബോൺസ് ഇത് നമ്മള് പിന്നെ ആകെ പ്രശ്നമാവും. പലരും ഞങ്ങളുടെ സാർ സ്റ്റീഫ് വെച്ച് ബോണൊക്കെ എടുത്ത് എറിയായിരുന്നു. നമ്മള് റോങ് ആൻസർ പറഞ്ഞു ഗെറ്റ് ഔട്ട് എന്നുള്ള സാധനങ്ങള് യൂസ്ലെസ് എന്നൊക്കെ പറയുന്നത്. പെൺകുട്ടികളൊക്കെ ആവുമ്പോ അല്ല അതൊക്കെ ഒരു എന്താ നമ്മള് പറയാ മെഡിക്കൽ ജീവിതത്തിലെ ഓരോ രസങ്ങൾ. പിന്നെ നമുക്ക് ഇപ്പൊ ചിന്തിക്കുമ്പോ അത് രസമാണ്. അപ്പൊ ചിലപ്പോ നമ്മള് കരഞ്ഞിട്ടോ അല്ലെങ്കിൽ കണ്ണിൽ വെള്ളം നിറച്ചിട്ടൊക്കെ ഇറങ്ങിപ്പോയവരുണ്ടാവും. നമ്മുടെ ഫസ്റ്റ് ഇയർ സമയത്ത് നമ്മുടെ പാരലൽ ഗ്രൂപ്പിൽ സംഭവിച്ച ഒരു യൂറിവിഷന്റെ ക്ലാസ്സിൽ ഒരു തെലുങ്ക് കുട്ടിയായിരുന്നു തോന്നുന്നത്. അനാട്ടമി മൂപ്പര് ഇലിയോസാക്രൽ ജോയിന്റ് അവിടെ എന്തോ കാണിച്ചിട്ട് ഇത് ഏതാ ജോയിന്റ് എന്തോ ചോദിച്ചപ്പോ ഇപ്പം പോയിട്ട് അല്ല കഴുത്തിന്റെ ബാക്കിൽ എന്തോ കാണിച്ചപ്പോ ഇവൻ ഇലിയോസാക്രൽ ജോയിന്റ് പറഞ്ഞു. അപ്പൊ ഇറക്കിട്ട് 0 എന്നിട്ട് ഇറക്കി വിട്ടു. അതായത് അവൻ എന്ന് വർത്താനം പറയും എന്തോ സാറ് കണ്ട് സാറ് ചലഞ്ചിന് വേണ്ടി ഹിപ്പ് കണ്ടിട്ട് ഏതോ ജോയിന്റ് വെച്ചാൽ അവൻ വേറെ എന്തോ ജോയിന്റിന്റെ പേര് പറഞ്ഞു. 0 എന്നിട്ട് അപ്പൊ തന്നെ ഇറക്കി വിട്ട്. അല്ല 0 മേടിച്ചാലും നമുക്ക് കുഴപ്പമില്ല, പിന്നീട് നമ്മള് റീവർക്ക് ചെയ്ത് നമുക്ക് അവര് 0 കൊടുക്കൂല. അവര് പറഞ്ഞ നമ്മൾ ഈ വിന്ററില് മൈനസിൽ എണീറ്റ് നിങ്ങൾ ക്ലാസ്സിൽ വന്നാൽ 2 മാർക്ക് തരുന്നതാണ്. അല്ല അങ്ങനത്തെ കുറെ സ്ട്രഗിൾസ്, അതായത് എന്താ പറയാ നമ്മള് വെളിച്ചത്തിലേക്ക് വരാത്ത കുറെ സ്ട്രഗിൾസ് കാര്യങ്ങളുണ്ട്. ഒന്നും പോലെങ്കിൽ പോലും ക്ലാസ്സിൽ വന്ന് ഇരിക്കണല്ലോ, അതിന് 2 മാർക്ക് തരും ഒരു 5-ല്. കാരണം ഏകദേശം ഇപ്പൊ നമ്മള് ഉസ്ബെക്കത്തെ വിന്റർ എന്ന് പറഞ്ഞാല് എനിക്ക് തോന്നണ കമ്പയറിംഗ് ടു ഉക്രൈൻ അത്ര ഇല്ല, കുറവാണ്. കോൾഡ് ഉണ്ട് അത്യാവശ്യം -15 വരെ ഉസ്ബെക്കിലെ വിന്റർ കാര്യങ്ങൾ. ടൈം ഡ്യൂറേഷൻ കുറവാണ്. അതെ അതെ, സ്നോ പെയ്യുന്നത് വളരെ കുറവാണ്. ടൈം പീരീഡ് വളരെ കുറവാണ്. അപ്പൊ നമ്മൾ ഉക്രൈന് ഇപ്പൊ ഫസ്റ്റ് ഇയർ ഞാൻ കയറിയ രസകരമായ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയർ നമ്മളെപ്പോഴും നമ്മുടെ പോക്കറ്റിൽ ബ്രഷ് ഉണ്ടാവും, ടൂത്ത് ബ്രഷ് ഉണ്ടാവും. മറന്നു പോവും. രാവിലെ കുടിയൊന്നും ഉണ്ടാവില്ല, അത് വേറെ കാര്യം. ജസ്റ്റ് ചിലപ്പോ ഇങ്ങനെ സാറിങ്ങനെ എണീപ്പിച്ചെടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ വെറുതെ അങ്ങനെ പോക്കറ്റിൽ അവിടെ കൈയിടുമ്പോഴേക്കാണ് ബ്രഷ് ടൂത്ത് ബ്രഷ് ഒക്കെ. കുറെ ക്ലാസ്സിൽ ആബ്സെന്റ് ആയിരിക്കണം. നമ്മളൊരു 8-15 എത്തിക്കാൻ അനാട്ടമി സാർമാരൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും, ആബ്സെന്റ് ആക്കും. പ്രൊഫസേഴ്സ് ഒക്കെ അത്യാവശ്യം ഏജ് ആയ പ്രൊഫസേഴ്സ് ആയിരിക്കും. അവർ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 100% എല്ലാ കാര്യങ്ങളും മനസ്സിലായി. നമുക്ക് ഫസ്റ്റ് ടൈം ക്യാച്ച് ചെയ്യാൻ ഒരു ചെറിയ ബുദ്ധിമുട്ട് ഇതില്ലെങ്കിൽ അപ്പൊ നമ്മളിങ്ങനെ നോക്കി നമ്മളിങ്ങനെ അല്ല ഇപ്പം ചിലപ്പം 8:15 ക്ലാസ്സിന് നമ്മളും സാറും ഒരുമിച്ചായിരിക്കും ക്ലാസ്സിലേക്ക് കയറാൻ പോകുന്നത്. അപ്പൊ പുള്ളി കയറിയിട്ട് തിരിഞ്ഞ് നമ്മളെ നോക്കി ചിരിച്ചിട്ട് ഡോർ നല്ല ഡീസന്റ് ആയിട്ട് അടയ്ക്കുക, ഗെറ്റ് ഔട്ട്. പറയുന്നത് പകുതി ഡിസിപ്ലിൻ. അത് എന്തായാലും നമുക്ക് ആ ഒരു ടൈം ആദ്യത്തെ വർഷങ്ങളിൽ മെയിൻ ആയിട്ട് നമ്മൾ അത് ഒരു പാസീവായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. മാസ്ക് 2 ക്ലാസ്സിലും തുമ്മയെ ഇറക്കിയിട്ടുണ്ട്. ചുമക്കുന്നതിന് ഇതായിട്ട് ചുമച്ചു കഴിഞ്ഞാൽ ഇതാക്കിയാലൊക്കെ ഡിസിപ്ലിന് കാര്യങ്ങളാണ്. അത് മാസ്ക് ചുമച്ചാലും നമ്മൾ എക്സസൈസ് ആയിട്ട് ചുമച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം ഹോസ്പിറ്റൽ നല്ല സാധനങ്ങളൊക്കെ കെയർഫുൾ ആണ്. അബ്രോഡിലുള്ള പേഷ്യൻസ് ആണെങ്കിൽ ഡോക്ടേഴ്സ് ആണെങ്കിൽ അത്രയും കെയർഫുൾ ആയിട്ടാണ് അവർ സ്റ്റുഡൻസ് ഭയങ്കര ഡിസിപ്ലിൻ ആണ്. നമ്മളും അത് ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം വന്നാൽ മതി. പിന്നെ ക്ലാസ്സിൽ നിങ്ങൾ എന്ത് എടുക്കും എന്നുള്ളത് സെക്കൻഡറി ആണ്. ഫസ്റ്റ് യു ഷുഡ് ഫോളോ ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു ഇത് നിങ്ങൾ റുട്ടീൻസ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. ഒരു പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയാണ്, ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയാണ്. പല ഭാഗത്തുനിന്നും വരുന്ന കുട്ടികളുണ്ട്. പക്ഷെ ആ യൂണിവേഴ്സിറ്റിന്റെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അതാണ് ഫോളോ അപ്പ് ചെയ്യേണ്ടത്. ആ ഒരു ഡിസിപ്ലിനിൽ പോവുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി ഗുഡ്. കാരണം പിന്നെ നമ്മുടെ മെയിൻ സാധനം പറയുന്നത് ഈ പുറത്തുനിന്നുള്ള നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് നമ്മൾ സെക്കൻഡറി സിറ്റിസൺ ആണെന്നുള്ളൊരു ഫാക്ട് കൊടുക്കാതെ ഞങ്ങൾ അവിടെ ഇങ്ങനെയാണ് എന്നുള്ള സാധനം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കും. ഞങ്ങൾ ഇങ്ങനെ മെഡിക്കൽ അല്ലെങ്കിൽ ഉസ്ബെക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടുത്തെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ അവർക്ക് എപ്പോഴും സോളിഡ് ആയിട്ടുള്ള കളേഴ്സ് ഇട്ടിട്ട് താടി മീശ ക്ലീൻ ഷേവ് ആയിരിക്കും. ജീൻസിന്റെ ഒരു സംഭവം ഉണ്ട്, അവർ താടിയെ എപ്പോഴും വെക്കുന്ന ആൾക്കാർ. അങ്ങോട്ട് ടീച്ചർമാരുടെ അടുത്ത് ആർഗ്യ ചെയ്യും. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവരെന്തായാലും പഠിപ്പിക്കുകയും ചെയ്യും, എക്സ്പ്ലനേഷൻ എഴുതി പഠിപ്പിക്കും. അത് എത്ര വട്ടം കിട്ടിയാലും അതായത് നമ്മളൊരു രാജ്യത്ത് പഠിക്കാൻ ചെല്ലുമ്പോൾ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യാൻ നമുക്കൊരു എന്തോ ഒരു ബുദ്ധിമുട്ടല്ല, നമ്മളെന്തോ ഇടിഞ്ഞു വീഴും എന്നുള്ളൊരു തോട്ടാണ്. പക്ഷെ അത് മോറോവർ ഇപ്പൊ നമ്മളാണെങ്കിലും നമ്മൾ കൊറിയൻസിന്റെ ഒപ്പം പഠിച്ചിട്ടുണ്ട്, നൈജീരിയൻസിന്റെ ഒപ്പം പഠിച്ചിട്ടുണ്ട്, അതുപോലെ മൊറോക്കിയൻസിന്റെ ഒപ്പം പഠിച്ചിട്ടുണ്ട്, സൗദി അറേബ്യ അവിടുള്ള ആൾക്കാരൊപ്പം പഠിച്ചിട്ടുണ്ട്, നമ്മളൊക്കെ റഷ്യൻസിന്റെ ഒപ്പം പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവരുടെ അടുത്തൊക്കെ സംസാരിക്കാറുണ്ട്, പഠിച്ചിട്ടുണ്ട്, അവരുടെ അടുത്തൊക്കെ മിങ്കിൾ ചെയ്യാറുണ്ട്. അപ്പൊ മോറോവർ നമ്മളെ ഇന്ത്യൻസിനാണ് ഒന്നും കൂടി റൂൾസ് ഫോളോ ചെയ്യാൻ കുറച്ച് പാട്. അതല്ല നമ്മുടെ ഇപ്പൊ ക്ലാസ്സിൽ ഒരാളായിരിക്കും
എഗെയിൻസ്റ്റ് നിൽക്കുന്നത്. അതായത് ഐ എം നോട്ട് റെഡി ടു ഡു ദിസ് എന്ന് പറയുമ്പോൾ ലൈക്ക് നമ്മൾ റിബൽസ് ആവുക. ലൈക്ക് നമ്മളെ ബാക്കിയുള്ള എല്ലാ ബാച്ചിലും അല്ലെങ്കിൽ എൻ്റെ ഗ്രൂപ്പ് ഈസ് ഗെറ്റിംഗ് അഫക്ട്. ലൈക്ക് ഓൾ ദി ഇന്ത്യൻസ് ആർ ഗെറ്റിംഗ് റിബൽസ്. അങ്ങനെ ഒരു സാധനം ഇന്ത്യൻസ് പ്രോബ്ലം ക്രിയേറ്റേഴ്സ് എന്നുള്ളൊരു സാധനം കൊടുക്കുന്നത്. മോറോവർ എനിക്ക് തോന്നിയിട്ടുള്ളത് ലൈക്ക് അതൊരു ബാഡ് ആയിട്ടില്ല, നമ്മൾ വളർന്നു വന്ന ഒരു സൊസൈറ്റി കൾച്ചർ കാര്യങ്ങളൊക്കെ അങ്ങനെ ആയിട്ടാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സ്കിൽ ഡെവലപ്മെന്റ് അതുമാതിരി തന്നെ നമ്മളൊരു കരിയർ ഡെവലപ്മെന്റ് നമ്മുടെ സ്വഭാവങ്ങൾ മാറുന്നത് ഒക്കെ ഇതിലൂടെയാണ്. നമുക്ക് പുറത്തുള്ള ഒരു കൾച്ചേഴ്സ് എന്താന്ന് മനസ്സിലാവും, നമ്മൾ ഏത് രീതി നമ്മുടെ സ്വഭാവം ഏത് രീതി. കാരണം എനിക്ക് തോന്നുന്നില്ല +2 കഴിഞ്ഞൊരു കുട്ടിക്ക് ഒരിക്കലും എല്ലാതും അറിയാം അല്ലെങ്കിൽ എന്താണ് മെച്യൂരിറ്റി കാര്യങ്ങൾ അറിയുന്നത്. എനിക്ക് തോന്നണേ ഇപ്പൊ നമ്മളാണെങ്കിൽ ഏകദേശം 3rd year 4th year ആയപ്പോഴാണ് കറക്റ്റ് മെച്യൂരിറ്റി കാര്യങ്ങൾ നമ്മൾക്ക് എത്തിയത്. ഇതാണ് ജീവിതം. നമ്മള് ഡ്രസ്സിങ് പോലും നമ്മള് ആദ്യമൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഡ്രസ്സിങ്, കാരണം കൾച്ചർ ടോട്ടലി ഡിഫറെന്റ് ആണ്. അല്ലെങ്കിൽ നമ്മളെ വേ ഓഫ് സ്റ്റൈലിംഗ് പഠിക്കും, റെസ്പെക്ട് ഈച്ച് അതർ. കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമ്മളെ ഒരു ഇതൊക്കെ അങ്ങ് മാറും. നമ്മളെ കൾച്ചർ നമുക്ക് ടീച്ചർമാരെ കുറെ ക്ലാസ്സിൽ ഫോറൻസിന് പോണ സമയത്ത് കൃത്യമായിട്ട് പറയാം, ഇങ്ങനത്തെ കയറിയ ജീൻസ് ഇട്ടിട്ട് അല്ലെങ്കിൽ ഡോക്ടറാണ് ആ രീതി ഡെക്കോറം കീപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഇത് വേണം എന്നുള്ള രീതിയിൽ. അല്ല അത് ചിലര് മസ്റ്റ് ആയിട്ട് പറയുന്ന കാര്യമാണ്. അവരെന്തിനാണ് പറയുന്നത് നമ്മൾ ആലോചിക്കുന്നില്ല. കാരണം ഓരോ 6 year നമ്മൾ ആ ഡിസിപ്ലിൻ ഫോളോ ചെയ്ത് നമ്മൾ വേറൊരു കൺസൾട്ടന്റ് കയറും. ഒരു പേഷ്യന്റ് വരുമ്പോൾ നമ്മളെ കാണുമ്പോൾ ആ ഒരു പ്ലസൻസ് അവർക്ക് ഫീൽ ചെയ്യും. പിന്നെ നമ്മളെ കൊണ്ടുപോകുന്നല്ലേ പേഷ്യൻസിന്റെ അടുത്ത്, നമ്മളിങ്ങനെ നടത്തിച്ച് കേസ് എക്സ്പ്ലെയിൻ ചെയ്ത സമയത്തൊക്കെ അവര് നോക്കുമ്പോ ഇതേതാ എന്ന് തോന്നലും ബെറ്ററാണ്. ഓ ഡോക്ടർ എന്നുള്ള സാധനം, ആ ഒരു പ്ലസന്റ് അവർക്കും കൂടി നമ്മൾ ഷെയർ ചെയ്യും. പിന്നത്തെ ഒരു കാര്യം എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡ് താനേ വരും. ആമ ഡോക്ടർ അപ്പൊ ആ ഒരു സാധനം ചില നിനക്ക് കുറച്ച് ആ ഒരു ഇതുണ്ട്, നീ അതെ ഐ ഏൺഡ് ഇറ്റ്. അപ്പൊ എനിക്ക് തോന്നുന്നത് സർവ്വസാധാരണമായി നമ്മൾ അറിയാണ്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്തു പോകുന്ന അബ്രോഡ് ലൈഫ് ആവുന്നതുകൊണ്ടുള്ള കുറെ ഗുണങ്ങള് കാര്യങ്ങളാണ് അത് ഭയങ്കരമായിട്ട്. പിന്നത്തെ കാര്യം ഹോസ്റ്റൽ ഇഷ്യൂസ് ആണ്. റൂം കുട്ടികൾ അഡ്ജസ്റ്റ് ആക്കാൻ പറ്റുന്നില്ല, ഇതാക്കാൻ പറ്റുന്നില്ല. വരുമ്പോ ഒരു ഗ്രൂപ്പ് ആയിരിക്കും ബെസ്റ്റ് ഫ്രണ്ട്സ്, അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉള്ള. എനിക്ക് എന്താ മനസ്സിലായിട്ടുള്ളത്, ചിലപ്പോ നമ്മളെ ഏകദേശം 5 കൊല്ലത്തോളം കുട്ടികളെ ഇൻടേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു സംഭവം എന്താ വെച്ചാൽ കുട്ടികളെല്ലാവരും അഡാപ്റ്റ് ചെയ്യും. പക്ഷെ ഫസ്റ്റ് ടൈം അവർ വീട്ടിൽ നിന്ന് വരുമ്പോ ആ ഒരു മാറി നിൽക്കലിന്റെ ഒരു ഹോം സിക്നെസ് അവർക്ക് ഭയങ്കരമായിട്ടുണ്ടാവും. എനിക്ക് ഫീൽ ആയ ഒരു സംഭവം. ഹോം സിക്നെസ് എന്ന് ഉദ്ദേശിച്ചത് വിഷമം എന്ന് മാത്രമല്ല, ബാക്കിയുള്ള ഘടകങ്ങൾ. നമുക്ക് ഫുഡ് ആണെങ്കിൽ നമുക്ക് ഡെയിലി ജനിച്ച മുതൽ ഡെയിലി കിട്ടിപ്പോരുന്ന ഒരു സംഭവത്തിൽ നിന്ന് നമ്മൾ ഡിഫറെന്റ്ലി വേറൊരു തലത്തിലേക്ക് കയറുകയാണ്. അപ്പൊ അവിടുന്ന് കിട്ടുന്ന ഫുഡ്, അവിടെ കിട്ടുന്ന ഒരു വൈബ്, അവിടുന്ന് കിട്ടുന്ന ഒരു സറൗണ്ടിങ്സ് ഒക്കെ ഡിഫറെന്റ് ആണ്. അപ്പൊ അവർക്ക് ചിലവർക്ക് അത് അഡാപ്റ്റ് ആവും, ചിലവർ ഓക്കെ ആവും, പക്ഷെ ചിലവർക്ക് അത് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും. ഒരിക്കലും നമ്മൾ കുട്ടിനെ കൊണ്ടുപോയി വെക്കുന്ന ഹോസ്റ്റലിലെ അല്ലെങ്കിൽ ഫുഡിന്റെ ഒരു പ്രശ്നം അല്ലായിരിക്കും. അവർക്ക് ആ ഒരു ഡിഫറെന്റ്, ആ ഒരു അതിലേക്ക് കയറുന്ന ഒരു പ്രശ്നം മാത്രമാണ്, അതിന് നടുവിൽ വരുന്ന ഒരു ടൈം പീരീഡ് മാത്രമാണ് അവർക്കൊരു പ്രശ്നം ഉണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞ കുട്ടികൾ പിന്നെ അഡാപ്റ്റ് ആവും, പിന്നെ അവിടെ ഒരു ഫാമിലി ആവും, അവരൊരു ഫ്രണ്ട്സ് ആവും. കുറച്ച് നാളെ നമ്മള് ഷവർമയും പുറത്തുനിന്നുള്ള ബർഗറൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ഒരു 3-4 ദിവസം കഴിയുമ്പോ ചോറ് കിട്ടിയില്ലെങ്കിൽ എവിടുന്നോ ഇത് വരുന്നില്ല. അരി കിട്ടുവോ, പച്ചക്കറി കിട്ടുവോ? ഈ പറഞ്ഞ കുട്ടികൾ എല്ലാവരും കുക്ക് ചെയ്യാൻ പഠിക്കൂല, കുറച്ച് തന്നെ കുക്ക് ചെയ്യും. നേരത്തെ പറഞ്ഞ നമ്മുടെ സ്കിൽ ഡെവലപ്മെന്റ് അത് കുക്കിങ്ങിലെ മുട്ട പുഴുങ്ങാൻ മാത്രം അറിയാവുന്നവര്, അതാണ് ലേണിംഗ് പ്രോസസ്സാണ് അത് ഫുള്ള്. നമ്മള് ഞാനൊക്കെ കുക്ക് ചെയ്യും, എല്ലാ കാര്യങ്ങളും കുക്ക് ചെയ്യും. അതൊക്കെ എനിക്ക് തോന്നുന്നത് അബ്രോഡ് ലൈഫ് നമ്മള് സെൽഫ് എസ്റ്റീം ആവുകയാണ്. കുക്കർ ബിരിയാണി സർവൈവ് ചെയ്യാൻ നമുക്ക് വേറെ വഴിയില്ല. നമ്മള് യൂട്യൂബ് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്, അതാണ് ഒരു ഇതുണ്ട്. മഞ്ഞൊക്കെ വീണ് നടക്കുന്ന സമയത്ത് പുറത്തു പോയിട്ട് ബർഗർ ഒന്നും കഴിക്കാൻ നടക്കണ ഒരിക്കലും കാര്യമില്ല. അതല്ല, ബർഗേഴ്സ് ഒക്കെ രസമാണ്. ഇപ്പോഴത്തെ കുട്ടികൾ, നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കൊക്കെ ഒരു കഫേ പോയി ബർഗർ കഴിക്കുക, പിസ്സ കഴിക്കുക എന്ന് പറയുന്ന ഭയങ്കര ഒരു ഒക്കേഷണലി ചെയ്യുന്നാലും ഭയങ്കര സംഭവമാണ്. പക്ഷെ അവിടെ പോയി കാണാൻ നമുക്കൊരു 3 days മാക്സിമം, അതിൽ കൂടുതൽ നമുക്ക് കിട്ടും. നമുക്ക് ചോറില്ല നമുക്ക് പറ്റത്തില്ല. പിന്നെ എല്ലാരും ചോദിക്കും ഇത് കിട്ടുമോ, ഇത് ഇവിടെ കിട്ടുമോ? അപ്പൊ നമ്മളിങ്ങനെ ആണ്, ഇങ്ങനെ ഉണ്ട്, കുഴപ്പമില്ല എന്നാൽ നമ്മളിങ്ങനെ മാർക്കറ്റ്സ് അവൈലബിൾ. യൂണിവേഴ്സിറ്റിയുടെ പുറത്ത് തന്നെ ഇത്ര ഡിസ്റ്റൻസിൽ നമുക്ക് മാർക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. തഷ്കന്തിന്റെ പറയുന്നത് തഷ്കന്തിന്റെ ഹോസ്റ്റലിന്റെ ഓപ്പോസിറ്റ് തന്നെ നമുക്കൊരു മാർക്കറ്റ് വരുന്നുണ്ട്. സമർക്കന്തിന്റെ പറയുകയാണെങ്കിൽ ഏകദേശം 5 minutes വാക്ക് ചെയ്താൽ ഒരു സൂപ്പർ മാർക്കറ്റ് വരുന്നുണ്ട്. പിന്നെ ബുഹാറിന്റെ പറയുകയാണെങ്കിൽ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ മാർക്കറ്റ്. ഹോസ്റ്റലിന്റെയും കൂടി അല്ല, യൂണിവേഴ്സിറ്റിന്റെ ഓപ്പോസിറ്റ് തന്നെ നമുക്ക് മാർക്കറ്റ്. അപ്പൊ എല്ലാ കുട്ടികളും ബുഹാറിലൊക്കെ എല്ലാ കുട്ടികളും ക്ലാസ് കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ പോയി പിന്നെ ഹോസ്റ്റൽസ് കാര്യങ്ങൾ. പിന്നത്തെ ഒരു കാര്യം, മാർക്കറ്റ് ഫ്രഷ് സാധനങ്ങൾ കിട്ടും, വെജിറ്റബിൾസും കാര്യങ്ങളും എല്ലാം
എല്ലാം എനിക്ക് ആവശ്യമുള്ളത് തോന്നുന്നു എല്ലാ കാര്യങ്ങളും accessible നാട്ടിൽ ആയിട്ട് കിട്ടുന്ന നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ സാധനവും ഇവിടെ കിട്ടും. അതാണ് ബസ്മതി റൈസ് വരെ കിട്ടും. ഒരു ആന്റണി പറഞ്ഞ പോലെ ഒരിക്കൽ പോലും കിച്ചൺ കാണാത്ത ആൾക്കാര് പ്രോ ലെവൽ കുക്ക് ആയിട്ട് കുക്കിംഗ് എന്നൊക്കെ പറയുന്നത് നമ്മളെ ലൈഫിൽ ഒരു വലിയൊരു സ്കിൽ തന്നെയാണ്. അത് ശരിയാ. അത് നേരത്തെ പറഞ്ഞ സർവൈവ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സിൽ ലേൺ ചെയ്ത് സാമ്പാർ തൊട്ട് ഇല്ല ഓരോ കാര്യങ്ങളും നമ്മൾ പിന്നെ എളുപ്പത്തിൽ അല്ല അതൊക്കെ ഡിപ്പെൻഡിങ് ഓൺ MBBS ജേർണിയാണ്. ഞാൻ പറയുന്നത് അബ്രോഡ് ജേർണിയാണ്. അത് ആ ഒരു ഇതില് നമ്മള് എല്ലാതും ഡിപ്പെൻഡ് ആണ്. അതായത് നമ്മള് പുറത്ത് ഇതിപ്പോ നമ്മള് ട്രൗസർ ഇട്ട് കുപ്പായിട്ട് കുക്ക് ചെയ്യുന്നത് ഒരിക്കലും നമ്മള് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ അത്ര കഷ്ടപ്പെട്ട് അല്ല പിന്നെ അതല്ല നമ്മൾ ഈ നോമ്പുതറ അങ്ങനത്തെ സെറ്റപ്പ് നമ്മള് ഇതിന് മുന്നേ നിൽക്കുന്ന നമ്മൾ നോമ്പുതറയ്ക്ക് പൊറോട്ട അടിക്കുക ഇത്ര പേർക്ക് നമ്മള് ലാസ്റ്റ് ഇയർ നമ്മള് മെഡോക്കിന്റെ ഭാഗ തഷ്കന്തില് ഏകദേശം 80ഓളം കുട്ടികളെ ഒറ്റയടിക്കുക. പക്ഷെ നമ്മള് മറ്റത് ലിമിറ്റഡ് ആയിരുന്നു. നമ്മള് ഹോസ്റ്റൽ ഇത് മാത്രമല്ലേ ഉണ്ടായിരുന്നില്ല. ചെറിയ ചെറിയ എല്ലാരും ആ ഒരു വൈബിലേക്ക് പോയി. പിന്നെ ഓണം വിഷു എല്ലാത്തിനും നമ്മൾ ആ തരത്തിലുള്ള എല്ലാ പരിപാടികളും നമ്മൾ ഉണ്ടാവും. ക്രിസ്മസിന് അതിൻ്റെതായിട്ടുള്ള അബ്രോഡ് ലൈഫിൽ അതൊക്കെയാണ് നമ്മളെ ഒരു കോളേജ് ലൈഫ് എന്ന് പറയുന്നത്. കുറെ കുട്ടികൾ എന്താണ് അവിടെ കോളേജ് ലൈഫിൽ അല്ല പിന്നെ താഷ്കന്തില് കൾച്ചറൽ ആക്ടിവിറ്റീസ് ഒക്കെ ഇല്ലേ മറ്റേ യൂണിവേഴ്സിറ്റീസും അങ്ങനെ ഉസ്ബെക് നാഷണൽ ഡേയ്സ് കാര്യമുണ്ട്. അപ്പൊ നമുക്ക് അടുപ്പിച്ച് അവിടെ നമുക്ക് അവധീസും നമ്മള് അല്ല എനിക്ക് ഒന്നുകൂടി ഉസ്ബെക് കമ്പയറിംഗ് ടു അതർ കൺട്രീസ് ഉസ്ബെക്കിന്റെ ഒരു ഇങ്ങനത്തെ കൾച്ചറൽ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളെ അക്കാഡമിക്സ് കാര്യങ്ങൾ MBBS ഒക്കെ മാറ്റി വെച്ചിട്ട് ഉസ്ബെക്കിന്റെ ഒരു അവരെ കൾച്ചറൽ പ്രോഗ്രാംസ് നമ്മളെ ഐറ്റംസ് അവർ മാക്സിമം വെക്കാൻ പോകും. ഇന്ത്യൻസിനെ ഇൻവോൾവ് ചെയ്തിട്ട് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ ഒരു ഈവാലിയൊക്കെ വരാൻ വലിയ ഹോളിയൊക്കെ വന്നതിന് അവര് കണ്ടന്മാരുണ്ടാവും. കളർ വലിയ യൂണിവേഴ്സിറ്റിന്റെ ഭാഗത്ത് നിന്ന് തന്നെ അവർ സപ്പോർട്ട് ചെയ്യും. അവര് തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കും. അല്ലെങ്കിൽ പിന്നെ അവരെ ഡേയ്സിന് ഇപ്പൊ പറഞ്ഞ ഉസ്ബെക് ഡേ അങ്ങനത്തെ അവരെ നവറൂസ് അവരെ ന്യൂ ഇയർ ആണ്. ഉസ്ബെക്സിന്റെ ന്യൂ ഇയർ ആണ്. പക്ഷെ അവര് പറയും നിങ്ങളൊരു ഇന്ത്യൻ കൾച്ചർ പക്ക ഇന്ത്യൻ കൾച്ചറിന്റെ ഡാൻസ് സോങ്സ് നമുക്കൊരു ഏകദേശം ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 45 മിനിറ്റ്സ് എനിക്ക് അത് ഭയങ്കര അത് നമുക്ക് കിട്ടുന്ന ഒരു വെൽക്കമിങ് കാര്യങ്ങളല്ല. കംപ്ലീറ്റ്ലി അവരുടെ പ്രോഗ്രാംസ് ആണ്. ഉസ്ബെക്സ് ആയിരിക്കും മൊത്തം ഉണ്ടാവുക. പക്ഷെ അവര് വന്ന് നമ്മുടെ അടുത്ത് പറയും ഇത്ര ഒരു മിനിറ്റിന്റെ പ്രോഗ്രാംസ് കാര്യങ്ങൾ നിങ്ങൾ നടത്തുക. കാരണം നിങ്ങളുടെ കൾച്ചേഴ്സ് കാര്യങ്ങൾ അവരുടെ കുറച്ച് നാഷണൽ ഡിഷസ് ഉണ്ട്. ഈ സമയത്ത് അവർ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഹോസ്റ്റലിൽ ഫുൾ ഇന്ത്യൻസിന് കൊണ്ടേ അവർ കൊടുക്കും. ഹോസ്റ്റലിന്റെ പുറത്ത് അവർ കുക്ക് ചെയ്യും, പുലാവ് കുക്ക് ചെയ്യും. സുമലക് എന്ന് പറഞ്ഞിട്ടൊരു ഡ്രിങ്ക് ഉണ്ട് അവർ ഉണ്ടാക്കുന്നത്. 24 hours തീ കടാണ്ട് ഇങ്ങനെ കുക്ക് ചെയ്യുന്ന സാധനം. അതൊക്കെ നമ്മൾ എല്ലാവർക്കും അവർ കൊടുക്കും. അല്ല ഇപ്പൊ മറ്റേ റേസിസം ഇഷ്യൂസ് ഒക്കെ നടക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള സംഭവങ്ങൾ ജനറലൈസ് ചെയ്ത് പറഞ്ഞു കൊടുത്താൽ വന്നെന്നുള്ളതിൽ എക്സ്പീരിയൻസിൽ ഉക്രൈനിൽ അല്ലെങ്കിൽ യൂറോപ്പിലുള്ള ഒരു റേസിസം നമുക്ക് ഇവിടെ ഏഷ്യൻ കൺട്രീസിൽ അത്ര ഇല്ല കുറവാണ്. പിന്നെ ഓൾറെഡി ലൈക്ക് ഡൽഹി അറിയാം, അല്ലെങ്കിൽ അമിതാഭ് ബച്ചൻ സോങ്സ് അങ്ങനത്തെ കുറെ ഷാറൂഖ് ഖാൻ ആൾക്കാരാണ് ഉസ്ബെക്കിസ്ഥാൻ പീപ്പിൾസ്. അവര് വിസിറ്റ് ചെയ്യുകയും ചെയ്യൂല്ലേ. ഉസ്ബെക്കിസ്ഥാൻസ് കുറെ ഇന്ത്യൻസ് വിസിറ്റ് ചെയ്യുന്നവരുണ്ടല്ലോ. മുംബൈ അവർക്ക് നമ്മുടെ സിറ്റീസ് പ്രധാനപ്പെട്ട സിറ്റീസ് ഒക്കെ അവർക്ക് അറിയാം. മെയിൻ സിറ്റീസും സിനിമാ നടന്മാരെ പഴയ ആക്ടേഴ്സിനൊക്കെ അറിയാം. ഋഷി കപൂർ. അല്ല എനിക്ക് പോയെടുത്ത് ഇപ്പോ ഞാൻ ജോർജിയ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉസ്ബെക്ക്, ജോർജിയ, കസാഖ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. തജിക്ക് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ തായ്ലൻഡ് അങ്ങനെ ഏകദേശം കുറച്ച് കൺട്രീസ് ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ നമുക്ക് പറ്റുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ ഏകദേശം കുറച്ച് ഡേയ്സ് നിന്നിട്ടുമുണ്ട്. കുറച്ച് ഡേയ്സ് അല്ല കുറച്ചധികം ഡേയ്സ് നിന്നിട്ടുണ്ട്. വേറെ കുറച്ച് ആവശ്യങ്ങളുണ്ട്. അവിടെയൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ള കൾച്ചറാണ്. അവരെ കൾച്ചറും നമ്മളെ കൾച്ചറും കൂടി ഒത്തുപോകാനുള്ള ഒരു ബുദ്ധിമുട്ട്. അഡാപ്റ്റേഷൻ. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ അത് കുറവ് തോന്നിയിട്ടുള്ളത് ഉസ്ബെക്കിലാണ്. കാരണം അവര് മോർ ഓവർ എനിക്ക് തോന്നുന്നത് അവര് മോർ ഓവർ നമ്മളെ ഫിലിംസ് ആണ്. അവര് ഫിലിം ഇൻഡസ്ട്രി ഉണ്ട് പക്ഷെ അത്ര ബിഗ് അല്ല. മോർ ഓവർ നമ്മളെ ഹിന്ദി ഫിലിംസും നമ്മളെ ഷാറൂഖ് ഖാൻ. അപ്പൊ നമ്മളൊരു കൾച്ചർ അവർക്ക് പെട്ടെന്ന് മീൻസ് അവർക്ക് പരിചയമുള്ള അല്ലെങ്കിൽ അവരെ അറിയാൻ ശ്രമിക്കുന്ന ഒരു കൾച്ചർ ആയതുകൊണ്ട് കുറച്ചും കൂടി ഒരു ഈസിയർ ആയിട്ടുള്ള ലിവിങ് ആയിരിക്കും ഉണ്ടാവുക. നമ്മളെ കൾച്ചർ എന്താന്ന് അവർക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 85 to 90% ആൾക്കാർക്ക് നമ്മളൊരു ടൈപ്പ് ഓഫ് കൾച്ചർ കാര്യങ്ങൾ എന്താണ്, നമ്മളെങ്ങനെയായിരിക്കും ഫുഡ് കഴിക്കുന്നത്, നമ്മൾ സ്പൈസി ഫുഡാണ് കഴിക്കുന്ന കാര്യങ്ങൾ എന്താ, നമ്മളൊരു പ്രെയർ എങ്ങനെയായിരിക്കും കാര്യങ്ങളായിരിക്കും, നമ്മളൊരു ഡ്രസ്സിംഗ് സ്റ്റൈൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഏകദേശം അവർക്ക് അറിയാം. കാരണം അവർ ഓൾറെഡി റിസർച്ച്ഡ് ആണ്. ചിലർ മറ്റേ ബിന്ദി പൊട്ട് തൊടുന്നത് വെച്ചിട്ട് ചില ഷോപ്പുകാര് ഇന്ത്യൻ എന്നുള്ളത് അപ്പൊ തന്നെ റെക്കഗ്നൈസ് ചെയ്യുന്ന ആ ഒരു ഇതൊക്കെ വെച്ചിട്ടാണ് പൊട്ട് കുത്തി പോകുന്ന പെൺകുട്ടികളെ. ഞാൻ കമ്പയറിംഗ് ടു അതർ കൺട്രീസ്, അത്രയും കൺട്രീസ് പോയപ്പോ ഒരു കൾച്ചർ നമ്മൾ എല്ലായിടത്തും പോവും നിൽക്കും കാര്യങ്ങൾ, പക്ഷെ ആ ഒരു കൾച്ചർ ഞാൻ എപ്പോഴും കമ്പയർ ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ള ഉസ്ബെക്ക് കൾച്ചറും നമ്മളെ കൾച്ചറും ഒന്നുകൂടി സിമിലർ ആണ്. അവര് ഒന്നുകൂടി അക്സെപ്റ്റബിൾ ആണ് നമ്മുടെ കൾച്ചർ. കസാഖായാലും അല്ലെങ്കിൽ ഉക്രൈൻ അല്ലെങ്കിൽ വേറെ കൺട്രി പോകുമ്പോൾ അവരാരും നമ്മളെ മൈൻഡ് ചെയ്യില്ല. ഇന്ത്യൻസ് അവർ അവരുടെ കാര്യം നോക്കി ഇങ്ങനെ പോകുള്ളൂ. ഇവിടെ ഉള്ളവർ കുറെ കൂടി
പ്രായമുള്ളവരാണെങ്കിൽ നമ്മുടെ അടുത്ത് വന്ന് ഇങ്ങോട്ടും സംസാരിക്കും, വെൽക്കമിങ് ആണല്ലേ. വെൽക്കമിങ് ആണ്. പഠിക്കുവാണോ അല്ലെങ്കിൽ ഇവ നമ്മളെ വീട്ടിലേക്ക് പോലും ഭക്ഷണം കഴിക്കാൻ പോലും വിളിക്കും പ്രായമുള്ളവരെ. അല്ല, അതൊരു റിയാലിറ്റിയാണ് സംഭവം. അതൊരു ആരും പുറത്തു പറയാത്തൊരു റിയാലിറ്റിയാണ് അത് സംഭവം. ബാക്കി കൺട്രീസിന് നമ്മൾ കുറ്റം പറയല്ല, അവിടെ നമുക്ക് പീസ്ഫുൾ ആണ് പഠിക്കാൻ കാര്യങ്ങൾ. പക്ഷെ നമ്മൾ ഓരോ കാര്യങ്ങൾ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ, കാരണം നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്, അവിടെയൊക്കെ നമുക്ക് സ്റ്റുഡൻസ് കാര്യങ്ങളുണ്ട്, അവിടുത്തെ യൂണിവേഴ്സിറ്റി നമ്മൾ കണക്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഓരോ കൺട്രീസിന് നമ്മൾ വെറുതെ അങ്ങനെ കമ്പയർ ചെയ്ത് നോക്കും, നമ്മൾ തന്നെ കമ്പയർ ചെയ്യും അങ്ങോട്ട് പോകുമ്പോൾ ഓരോന്ന് ട്രാവൽ ചെയ്യുമ്പോൾ കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ഇങ്ങനെ ചില കാര്യങ്ങൾ ഇങ്ങനെ ഇപ്പൊ കൾച്ചറിന്റെ കാര്യങ്ങൾ എനിക്ക് ഇങ്ങനെ തോന്നിയത്. പിന്നെ ഫുഡ് കൾച്ചർ വേറെ രീതിയിൽ, ഫുഡ് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് എല്ലാവർക്കും പല കൺട്രീസിലാണ് ഈ ഫുഡ് കൾച്ചർ നമുക്ക് ഒത്തുപോകാൻ പറ്റാത്ത കുറെ കൺട്രീസ് ഉണ്ട് ഫുഡ് കൾച്ചറിന്റെ. അങ്ങനെ അത്യാവശ്യം എനിക്ക് തോന്നുന്നു നല്ല കുറെ പോസിറ്റീവ് സൈഡ്സ് ഉണ്ട്, പക്ഷെ അതിനോടൊത്ത് തന്നെ സ്ട്രഗിൾസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന അഡ്ജസ്റ്റ്മെന്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അറ്റ് ലാസ്റ്റ് എല്ലാം നല്ല രീതിയിൽ സ്ട്രഗിൾസ് ഒക്കെ നല്ലതിനായിരുന്നു എന്ന് തോന്നുമ്പോൾ ഉള്ളൊരു എന്താ പറയാ ഒരു പോസിറ്റീവ്നെസ് നമുക്ക് അപ്പോൾ ഉണ്ടാവും.